നാം ഈ നാളുകളിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന സമയമാണല്ലോ. These are the days we are preparing for the second coming of Jesus. വളരെ ജാഗ്രതയോടെ നമ്മൾ ജീവിക്കേണ്ട ഒരു സമയം കൂടിയാണിപ്പോൾ. This is the time we have to live cautiously. പെട്ടെന്ന് ലോകത്തിൻ്റെ അവസ്ഥകളും മാറ്റപ്പെടും, സഭയുടെ കാര്യങ്ങളും മാറ്റപ്പെടും. Suddenly the situations of the world and the church will be വളരെ changed. ജാഗ്രതയുള്ളവരായിരിക്കുക. We should be very careful. പറഞ്ഞ പോലെ ഉണർന്നിരിപ്പിൻ. We should be always sober. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദാനിയേലിന്റെ പുസ്തകം The book of Daniel, 9-ാം അധ്യായം 2-ാം വാക്യവും 9th chapter 2 verse. ദാനിയേൽ 9:25 ഒന്ന് വായിക്കാം. Daniel 9:25. Let us read. പെട്ടെന്ന് ബൈബിൾ വായിക്കുന്നവർ പെട്ടെന്ന് എടുത്ത് വായിക്കണം. മലയാളം തുടങ്ങിയാലും മതി, ഇംഗ്ലീഷ് മുഴുവൻ വായിക്കണം. അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരുശലേമിന്റെ ശൂന്യാവസ്ഥ തീരും. ഇംഗ്ലീഷ് വായിച്ച്. Now therefore and understand that from going forth of the commandment to restore and to build Jerusalem unto Messiah the Prince shall be 7 weeks. 9:2 9:2. In the first year of the reign, I Daniel understood by books the number of years whereof the word of the Lord came to Jeremiah the prophet, that he would accomplish 70 years in the desolation of Jerusalem. യെരുശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 വർഷം കൊണ്ട് തീരുമെന്ന് ദാനിയേൽ യിരെമ്യാ പ്രവചനം മൂലം പുസ്തകം മൂലം മനസ്സിലാക്കി. The desolation of the Jerusalem will be finished by 70 years. This one Daniel understood from the prophecy of Jeremiah. അപ്പോൾ 70 വർഷം കൊണ്ട് ശൂന്യാവസ്ഥ തീരുമെന്ന് ദാനിയേലിന് മനസ്സിലായി. Daniel understood by 70 years the desolation will be ended. ശൂന്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഒരു ക്യാപ്റ്റിവിറ്റി, പ്രവാസമാണ്. Desolation means it is a captivity for Israel. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇസ്രായേലിന്റെ ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. The last days we've been meditating about Israel. ഇസ്രായേൽ ദൈവത്തിന്റെ പദ്ധതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ്. The Israel peoples are chosen according to the plan of God. അവിടെ നിന്ന് മശിയ വരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. A very important is the Messiah has to come from Israel. മശിയായിൽ കൂടി ഒരു വിശുദ്ധ സന്തതി അല്ലെങ്കിൽ ദൈവത്തിന് മനസ്സിന് ബോധിച്ചതായ ഒരു ജനത്തെ ഉരുവാക്കിയെടുക്കണം. Through Messiah they want to get a holy nation for God. അതിനാണ് അബ്രഹാം മുതൽ ദൈവം ഈ പദ്ധതി ആരംഭിച്ചു വന്നത്. That's why Lord has started this plan from Abraham. അങ്ങനെ ഇസ്രായേൽ ജനങ്ങളെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന് Likewise God has delivered them from Egypt. കനാൻ ദേശത്തിൽ പ്രവേശിക്കുമ്പോൾ അവർക്കൊരു ദേവാലയം കൊടുത്തതാണ് സമാഗമന കൂടാരം. They entered into Canaan and they given a temple. സമാഗമന കൂടാരത്തിന് ശേഷം After tabernacle, അവർ കനാൻ ദേശത്തിൽ രാജാക്കന്മാർ അവരെ വാഴുന്ന കാലം. in the Canaan the kings were ruling them. അത് ഏകദേശം BC 1000 മുതൽ ഇങ്ങോട്ട് വരികയാണ്. It is from BC 1000 onwards. BC 1000 മുതൽ 600 കാലയളവ്, BC 600 കാലയളവിൽ, from BC 1000 until BC 500. ആ കാലങ്ങളിൽ During those periods രാജാക്കന്മാർ ഇസ്രായേലിനെ ഭരിച്ചിരുന്നു. the kings were ruling Israel. ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു രാജ്യമായിരുന്നു ഇസ്രായേൽ. There are a lot of great peoples were Israel. വളരെ ശക്തരായ ജ്ഞാനികളായ ഭരണാധികാരികൾ അവർക്കുണ്ടായിരുന്നു. There are mighty and wise peoples were ruling Israel. പ്രത്യേകിച്ച് ദാവീദ്, ശലോമോൻ, especially David and Solomon, എസെക്കിയേൽ, യോസഫാത്ത് എന്നുള്ളതായ ശ്രേഷ്ഠ രാജാക്കന്മാർ നമ്മൾ കാണുന്നുണ്ട്. Ezekiel and all these kings we can see. ആ കാലത്തിലാണ് ശലോമോൻ ഈ ആലയം പണിയുന്നത്. In those time the Solomon built this temple. എന്നാൽ ആലയത്തിന്റെ വ്യവസ്ഥകളും നിയമങ്ങളെല്ലാം തകർത്തുകൊണ്ട് breaking the laws of the temple, ഇസ്രായേൽ ജനം, the Israel people, തെറ്റായ വഴിയിൽ കൂടെ പോയപ്പോൾ they went into the wrong ways. ദൈവം എന്തിനു വേണ്ടി അവരെ ആ സ്ഥാനത്ത് കൊണ്ടുവന്നോ, why God has brought to that place, എന്തുദ്ദേശമാണ് അവരിൽ കൂടി ദൈവം നടത്തിയത്, what purpose God wanted to fulfill in them, അതെല്ലാം തകർത്ത സ്വന്തം മനസ്സത്തോടെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ everything is broken and they want to live according to their own life. വീണ്ടും ആലയം തകർത്തു കളഞ്ഞു. Again the temple is broken. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിനെ കൊണ്ട് ആലയം തകർത്തു. The Babylonian king Nebuchadnezzar destroyed the temple. അതിനുശേഷം After that 70 വർഷം 70 years ബാബേലിൽ പലരും പ്രവാസികളായി അടിമകളായി ജീവിച്ചു. they became captives in the Babylonian captivity. അനേകരെ ബാബേൽ രാജാവ് വാളിനാൽ കൊന്നു. The king of Babylonian killed many people. അനേകര് ദേശം വിട്ട് ഓടേണ്ടി വന്നു. Many people has to run away from the nation. അങ്ങനെ ആദ്യമായിട്ട് ഇസ്രായേലിന് വീണ്ടും ഒരു ശൂന്യാവസ്ഥ ഉണ്ടായി. And the first time Israel got into a യെരുശലേം desolation ശൂന്യമായി തീർന്നു. and Israel became desolate. 70 വർഷം കഴിഞ്ഞപ്പോൾ After 70 years, ഓരോ കാലഘട്ടങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും ഓരോ മനുഷ്യ ദൈവം എഴുന്നേൽപ്പിക്കാറുണ്ട്. in every time God has to raise a person. സമാഗമന കൂടാര കാലത്തിൽ In the time of tabernacle, മോശയോട് ദൈവം ഇടപെടുന്നതായിട്ട് കാണുന്നുണ്ട്. God dealt with Moses. അവിടെ പുറപ്പാട് പുസ്തകം 15:2 നമ്മൾ വായിച്ചു. In Exodus 15 we read,
മോശയ്ക്കുള്ള ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് ഇടപെട്ടു. With Moses, the Spirit of God has, ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തിന് ഒരു ആലയം പണിയും. I will make a habitation for my, റീഡ് ഇൻ ഇംഗ്ലീഷ്. The Lord is my strength and my song, and He is become my salvation. He is my God. I will prepare him an habitation. I will prepare him a habitation of God. ഞാൻ എൻ്റെ ദൈവത്തിന്റെ പിതാക്കന്മാരുടെ ദൈവത്തിനൊരു മന്ദിരം പണിയും. I will make a habitation for my father's ഈ God. പ്രവചനമാണ് പിന്നീട് സമാഗമ കൂടാരം ദൈവം പ്ലാൻ കൊടുത്ത് നടത്തിയത്. This prophecy is fulfilled in the making of tabernacle. 132 സങ്കീർത്തനം വായിക്കുമ്പോഴും In 132 Psalms, അതുപോലെ തന്നെ 2 ശമൂവേൽ 7 അധ്യായത്തിൽ വായിക്കുമ്പോഴും, and in 2 Samuel 7th chapter, അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ദാവീദിന്റെ മനസ്സിൽ ഒരു വലിയ ഹേമം കൊടുക്കുന്നുണ്ട്. in the heart of God, David, there was a burden. 132 2 2 ശമൂവേൽ 7 1 മുതൽ ഞാൻ യഹോവയ്ക്ക് ഒരു സ്ഥലം കണ്ടെത്തും വരെ എൻ്റെ കൂടാര വീട്ടിൽ കിടക്കുകയില്ല. ഇംഗ്ലീഷ് വായിച്ചേ. How he sware unto the Lord and vowed unto the mighty God of Jacob, surely I will not come into the tabernacle of my house, nor go up in my bed. നോക്കണം, ഞാൻ എൻ്റെ കിടക്കയിൽ അതിൻ്റെ അല്ലെങ്കിൽ കുടുംബജീവിതമോ ഭാര്യയുള്ള ബന്ധത്തിലോ അവൻ ഇഷ്ടപ്പെടുന്നില്ല. He is not interested in the family life. അവനെ ദൈവം ഒരു പ്രതിഷ്ഠയിലേക്ക് കൊണ്ടുവരികയാണ്. God is bringing him to a consecrated രണ്ടാമത്തെ life. ആലയം പണിയുവാനായിട്ടുള്ളതായ ആരംഭത്തിൽ ദാവീദിനെ അതിനുവേണ്ടി ദൈവം എടുക്കുകയാണ്. In the beginning of building the temple, God is preparing David. അങ്ങനെ ദാവീദിനുണ്ടായിരുന്ന ആ ദർശനം The vision of David, ശലോമോൻ മൂലമായിട്ട് ആ ദേവാലയം ഉണ്ടാക്കി. through Solomon, it was fulfilled. അതാണ് രണ്ടാമത്തെ ആലയം എന്ന് പറയുന്നത്. That was the second temple. എന്നാൽ അതിനുശേഷം പ്രവാസത്തിൽ ക്യാപ്റ്റിവിറ്റിയിൽ പോയി. After that, Israel went to the captivity. 70 വർഷത്തിന് ശേഷം After 70 വീണ്ടും years, ഇസ്രായേൽ മടങ്ങി വരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. and again they came back. അപ്പൊ മൂന്നാം പ്രാവശ്യം മടങ്ങി വരുന്നതിന് മുമ്പേ, മൂന്നാം ആലയം പണിയുന്നതിന് മുമ്പേ Before building the third temple, ദൈവം ദാനിയേലിന് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്നുണ്ട്. for God, Daniel, God gave an inspiration. വായിച്ച് 9:2 രണ്ടാം വാക്യം വീണ്ടും വായിക്കാം. 9:2 Daniel 9:2. In the first year of the reign, I, Daniel, understood by books the number of the years whereof the word of the Lord നോക്കണം, came. അവൻ ദൈവത്തോട് അടുത്തിരുന്ന ഒരു മനുഷ്യനാണ്. He was close to അപ്പോൾ God. ദൈവത്തിന്റെ വചനം റിസർച്ച് ചെയ്തപ്പോൾ When he was researching the word of God, വചനത്തിൽ നിന്ന് മനസ്സിലായി 70 സംവത്സരം കഴിയുമ്പോൾ വിടുതലുണ്ട്. by the word of God, he understood after 70 years there is a deliverance. അതെവിടെ ആ വാക്യം? യിരെമ്യാ 29:10. Jeremiah 29:10. അവിടെ വായിക്കുമ്പോൾ 70 സംവത്സരം കഴിഞ്ഞ ശേഷം, After 70 years, റീഡ് ഇൻ ഇംഗ്ലീഷ്, 70 വർഷത്തിന് ശേഷം after 70 years, ഞാൻ ഇസ്രായേലിനെ മടക്കി വരുത്തും. I will bring Israel back. വായിക്കാം. For thus saith the Lord, that after 70 years be accomplished at Babylon, I will visit you and perform my good word toward you in causing you to return to this place. Return to this place. Return to this place. ഈ സ്ഥലത്തുനിന്ന് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും. I will make them to return to this place. അങ്ങനെ നമ്മൾ അതിന് ഒരു മുഖാന്തരമാണ് ദാനിയേൽ. Daniel was a source for that. അപ്പോൾ ദാനിയേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. In the mind of God, ഉപവസിക്കാൻ തുടങ്ങി. he started താൻ fasting. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും തുടങ്ങി. And he was started fasting and praying. എന്തായിരുന്നു സംഭവം? What is the reason? തൻ്റെ ആത്മാവിൽ തനിക്കൊരു പ്രചോദനം ഉണ്ടായിട്ട് There was an inspiration in his mind. താൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. He started praying to ഈ God. വചനം അതിന് ആധാരമായിരുന്നു. This verse is the source for that. അങ്ങനെ അത് 9-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, In 9th verse, we can see 2-ാം അധ്യായം മുതൽ 25-ാം വാക്യം വരെ വായിക്കുമ്പോൾ, from 2 until 25th verse. ദാനിയേൽ തൻ്റെ പാപങ്ങളും Daniel, his sins, തൻ്റെ ജനത്തിന്റെ പാപങ്ങളും as well as the sins of his തൻ്റെ people, ജനത്തിന്റെ മേധാവികളുടെയും പുരോഹിതന്മാരുടെയും പാപങ്ങളെല്ലാം ഏറ്റുപറയുന്നതായിട്ട് കാണാൻ the കഴിയും. sins of the priests and the great peoples, he അപ്പോൾ started ഇസ്രായേൽ ജനത്തിനു വേണ്ടിയും for the Israel people. ന്യായാധിപന്മാരും അല്ലെങ്കിൽ ഭരണാധികാരികളെയും പുരോഹിതന്മാർക്കും വേണ്ടി ഇടിവിൽ നിന്ന് ദാനിയേൽ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. He started praying for the priests and the peoples of the nation. അപ്പോൾ എന്താ അതിന്റെ സംഭവം? What is the reason? ഇവരെന്തുകൊണ്ടാണ് ക്യാപ്റ്റിവിറ്റിയിലേക്ക് പോയത്? Why they went into the captivity? 2 ദിനവൃത്താന്തം 36-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, 2 Chronicles 36 we അവർ read, ദൈവത്തിന്റെ ആലോചനയെ അഗണ്യമാക്കി കളഞ്ഞ് they rejected the counsel of God. വചനത്തിനോ ഉപദേശങ്ങൾക്കോ ദൈവീയ പ്രമാണങ്ങൾക്കോ വില കൊടുക്കാതായി. They didn't give importance to the commandments and the laws of അത് the God. 2 ദിനവൃത്താന്തം 36-ാം അധ്യായത്തിലും In 2 Chronicles 36 36 അധ്യായത്തിൽ കാണുന്നുണ്ട്.
In this chapter, we can read that. അതുപോലെ തന്നെ 2 രാജാക്കന്മാരുടെ പുസ്തകം അവസാനത്തെ അധ്യായത്തിലും In the 2 Kings last chapter, ഇസ്രായേലിന്റെ തെറ്റുകളെ അവിടെ എഴുതിയിട്ടുണ്ട്. it is all written about the mistakes of അവർ Israel. പരിഹാസികളായിട്ട് മാറി. They became mockers. പണമുണ്ട്, സമ്പത്ത് വർദ്ധിക്കാൻ തുടങ്ങി. They had the money, they had a lot of possessions. അഹങ്കാരികളായിട്ട് മാറാൻ They തുടങ്ങി. become proud people. പാപജീവിതത്തിലേക്ക് ഇറങ്ങി. They went into the sinful life. ദൈവത്തെ പരിഹസിക്കാൻ They തുടങ്ങി. started mocking God. കടമയ്ക്ക് ഭക്തി കൊണ്ട് നടന്നു. They just show the അപ്പൊ hypocrisy. ദൈവത്തെ ഉദ്ദേശിച്ചിരിക്കുന്ന ആ റിസൾട്ട് ഇല്ലാതിരുന്നു. The result, what God intended, was not there. അതുകൊണ്ടാണ് ദൈവം അവരെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത്. Because of that, God has delivered them into the hand of കാരണം enemies. ദൈവത്തിന് മനുഷ്യനെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. There is a purpose for God for each ആ about each പദ്ധതി man. നിറവേറാതെ വരുമ്പോൾ ദൈവം നമ്മളെ കൈവിട്ട് കളയും. If അല്ലെങ്കിൽ that- ഒരർത്ഥത്തിൽ നാം ദൈവത്തെ വിട്ട് അന്യപ്പെട്ടു പോകുമ്പോൾ When we go away from God, സാത്താൻ കൂടുതലായി നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. Satan will start working in us more. അങ്ങനെ ഇസ്രായേലിന്റെ പദ്ധതികൾ അവർ ഇത് തകർത്ത് കളഞ്ഞപ്പോൾ When they broke their plans അതിൽ ഒരു ഗ്രൂപ്പിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയാണ് to preserve one group of people, ബാബിലോണിലേക്ക് അയച്ചത്. God sent them to അതാണ് Babylon. ക്യാപ്റ്റിവിറ്റി എന്ന് പറയുന്നത്. That is what called captivity. ഇപ്പൊ നമ്മൾ ആത്മീയ കോളത്തിൽ നോക്കുമ്പോൾ In the spiritual field, നമുക്കറിയാം, ഇത് നമുക്ക് നിഴലും ദൃഷ്ടാന്തമാണല്ലോ. നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ചു. this is a shadow and example. That's what we read. അപ്പൊ നമ്മളിത് പഠിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, Why we are studying about this? നമുക്കും ഇതിന് 3 സ്റ്റേജുകളുണ്ട്. We also have 3 stages. ഒരു മനുഷ്യന് 3 സ്റ്റേജ് ഉണ്ട്. There is 3 stages for a man. ഒരു 20 വയസ്സ് വരെ From 20 years, മാതാപിതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും പ്രൊട്ടക്ഷൻ വളരുന്നതായിട്ട് കാണാൻ he കഴിയും. is under the parents and under the tutors or teachers. അത് അവന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഫസ്റ്റ് ഘട്ടമാണ്. This is the first stage to enter into his 20 life. വയസ്സ് മുതൽ പിന്നീട് ഒരു ഘട്ടം, From 20 years onwards, there is another stage. അവനൊരു കുടുംബസ്ഥനായി, He became a family man. കുഞ്ഞുങ്ങളായി, He had children. അവർക്ക് വേണ്ടി അധ്വാനിച്ചു, He started earning money for ഒരു them. കുടുംബം എസ്റ്റാബ്ലിഷ് ആയി. He is establishing a family. അതാണ് ഒരു മനുഷ്യന്റെ 2ാം ഘട്ടം. That is the second phase of a man. അതിനുശേഷം After that, കുട്ടികളെല്ലാം വളർന്നു, when the children grown up, ഈ മനുഷ്യന്റെ 3ാം ഘട്ടത്തിലേക്ക് പോവുകയാണ്. this man is entering into the third അവന്റെ stage. ഈവനിങ് ടൈമിൽ, In the evening time, ആ സമയത്താണ് പല കാര്യങ്ങളിലും യഥാസ്ഥാനപ്പെടുന്നത്. he is getting restored in many places ഈ there. പ്രവൃത്തിയുടെ കാലത്തിൽ In this work time, കാര്യങ്ങളെല്ലാം നടത്തി കൊണ്ടുപോകാൻ വേണ്ടി to lead all those things, ചിലപ്പോൾ പല കറപ്ഷൻസും നമ്മുടെ ജീവിതത്തിൽ കയറി വരാറുണ്ട്. many corruptions may enter into our life. പലതും നമ്മൾ ഇഗ്നോറന്റ്, അറിയായ്മൽ ചെയ്യാറുണ്ട്, Because of ignorance, we might do something. അവിവേകത്തിൽ ചെയ്യാറുണ്ട്. Because of unwise, എന്നാൽ we can ഒരു do സമയം something. കഴിയുമ്പോഴാണ് അതിനെക്കുറിച്ച് വിചിന്തനം, വിചിന്തനം നമുക്ക് ഉണ്ടാകുന്നത്. After some times only, we used to അപ്പോൾ rethink നമ്മളെ about those തന്നെ things. യഥാസ്ഥാനപ്പെടുത്താൻ തുടങ്ങും. Then we start restoring ഇതിനു ourselves. വേണ്ടി For what? നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ കാണപ്പെടണം. We have to stand before the God who created us. അത് സൃഷ്ടികളിൽ കാണുന്നുണ്ട്. In this creation also we can see this. നമ്മളൊരു തേങ്ങ എടുത്ത് നോക്കി, As we take a coconut, അത് വെള്ളക്കായി first it is a tender ഒരു coconut. കരിക്കിന്റെ പരുവത്തിലാവുകയാണ്. It is a tender coconut stage. കരിക്ക് Tender coconut. ആ അപ്പോൾ ആ കരിക്കെന്ന് പറയുന്നത് നമുക്കറിയാം, അതൊരു ഈ 20 വയസ്സ് വളർച്ച പോലെ ഒരു ഘട്ടമാണ്. This is the first stage. പക്ഷെ അപ്പോഴും അതിലൊരു ചെറിയ ആശ്വാസമുണ്ട്. There is some comfort for that. ഒരു പാത്രം അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം അതിൽ നിന്ന് കിട്ടും. It gives a cup of water. വേണേ തേങ്ങയുടെ ഒരു പാടയും അതിനകത്ത് കാണും. We can get a little bit of coconut there. പക്ഷെ അതൊരു സ്റ്റേജാണ്. But this is the first stage. 2ാം സ്റ്റേജ്, Second stage, അത് തേങ്ങ എന്ന് പറയുന്ന ശരിയായ മൾട്ടി പർപ്പസിന്റെ കാലം വരികയാണ്. it comes to a stage of coconut seed. ആ സമയത്ത് നമുക്കറിയാം, In that time, തേങ്ങ വെള്ളം, the coconut water ചിരട്ട, and the shell തൊണ്ട്, and the outer shell, അതിൽ നിന്ന് വെളിച്ചെണ്ണ എടുക്കുന്നു. and we can take coconut oil from that, പിന്നെ അതിന്റെ തൊണ്ടും ചിരട്ടകളും വലിയ പ്രൊഡക്ട്സിലേക്ക് മാറുന്നു. and with the shell we can make മൾട്ടി something. പർപ്പസിലേക്ക് പോകുന്ന 2ാം ഘട്ടം. In the second stage, there is a multi-purpose. 3ാമത്തെ ഘട്ടം, The third stage, നമുക്കറിയാം, ഇത് 2ാം ഘട്ടത്തോടുകൂടി ഓൾമോസ്റ്റ് അധികം അവസാനിക്കുകയാണ് ഇത്. by second stage, many coconuts has ended their life. തേങ്ങയുടെ നല്ല ശതമാനം ആ 2ാം ഘട്ടം കൊണ്ട് അവസാനിക്കും. Majority of the coconuts finished by second stage. പക്ഷെ അതിൽ നിന്ന് From that, നമുക്കറിയാം, വിത്തിന് വേണ്ടി ചില ഇതിനെ സൂക്ഷിക്കുന്നു. for the seed, they preserve certain coconuts. എൻ്റെ വലിയപ്പൻ്റെ കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. In my grandfather's period, അദ്ദേഹം വിത്തിനുള്ള തേങ്ങ the seed coconuts, ഏറ്റവും നല്ല തെങ്ങിൽ നിന്ന് കെട്ടിയിറക്കും. കാരണം താഴെ വീണതിന് ഛേദം ഉണ്ടാകരുത്. he will bring it from the coconut by putting a rope. അതിനെ കെട്ടിയിറക്കി After he brought it down, അതുകൊണ്ട് മച്ചിന്റെ പുറത്ത് വിടും. he'll put it in the upper floor. അനേക നാളുകൾ കടന്നതിന് ശേഷം After a lot of days, it was there. നമ്മൾ നോക്കുമ്പോൾ കറുത്ത ഒരു തൊലി ഇങ്ങനെ ചുക്കി ചുളിഞ്ഞ് പറ്റിയിരിക്കുന്ന ഒരു തേങ്ങയായി കാണാൻ കഴിയും. It will be shrink and it will be dark. അതെടുത്ത് കുലുക്കി നോക്കിയാൽ നല്ല കുടുക്കം കാണും. When we just shake it, we can see the water, feel the water അപ്പോൾ there. അതിൻ്റെ തേങ്ങ ഷേപ്പും എല്ലാം പോയി, കളറും പോയി. പക്ഷെ അതിനകത്ത് ഒരു തെങ്ങിനെ ജീവിപ്പിക്കുന്ന, ആ തെങ്ങിൻ്റെ ഉൽപ്പാദിപ്പിക്കുന്ന വിത്ത് അതിനകത്തുണ്ട്.
The shape and color might have gone, but inside of that, there is a power to germinate. വാസ്തവത്തിൽ അതല്ലേ തലമുറയെ നിലനിർത്തുന്നത്. That's what makes the next generation. മനുഷ്യരുടെയിലും In the man also, ഇതുപോലെ തേങ്ങ പോലെ മനുഷ്യൻ പെരുകി കുറെ പെറ്റി പെരുകി തിന്നു കുടിച്ച് ജീവിച്ച് അവസാനിക്കുന്നു. like coconut, many people are doing this. പക്ഷെ അതിൽ നിന്ന് ചിലരെ മാത്രമാണ് അടുത്ത തലമുറയ്ക്ക് വേണ്ടി എടുക്കുന്നത്. From those people, certain people are taken, selected for the next generation. ലീഡേഴ്സ് എന്ന് പറയും. They called as leaders. ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒക്കുന്ന ജ്ഞാനികളായ മനുഷ്യരെ. Leaders are the wise peoples for the next generation. അവരാണ് വാസ്തവത്തിൽ ഇത് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. They are the one maintaining. അവർ അടുത്ത തലമുറയാണ് അവരുടെ ലക്ഷ്യം. Their aim is about the next generation. അങ്ങനെയുള്ള പൗലോസ് പറഞ്ഞു ജ്ഞാനികളേറെ ഇല്ല, There are no wise peoples more. വിദ്വാൻമാർ ഏറെ ഇല്ല. There is no skilled peoples more. അപ്പോൾ ഭരണകർത്താക്കന്മാർ വരുമ്പോഴും When the political leaders come, അത് ചിലർ അവരുടെ പ്രസ്ഥാനം വളർത്തി പോകുന്ന കാര്യം നടത്തി പോകുന്ന അവർ കുടുംബത്തിന് വേണ്ടി കരുതുന്നു, ഇങ്ങനെ അവസാനിക്കുകയാണ്. they are taking care of their family and party. എന്നാൽ ചുരുക്കം ചില നേതാക്കന്മാർ വരുമ്പോൾ Only few people, അവര് ജനത്തിന്റെ വരുംകാല കാര്യത്തെക്കുറിച്ചാണ് കാണുന്നത്. they are working for the future of this nation. അങ്ങനെയുള്ള ലീഡേഴ്സ് നമുക്ക് പൊളിറ്റിക്സിൽ കാണുന്നുണ്ട്. And we can see that kind of leaders in കേരളം the കണ്ടതിൽ politics. ഏറ്റവും നല്ലൊരു മുഖ്യമന്ത്രിയായിരുന്നു അച്യുത മേനോൻ. And there's a good chief minister in Kerala was വളരെ Achyuta Menon. ദീർഘവീക്ഷണവും സത്യസന്ധയുള്ള ഒരു മനുഷ്യൻ He കൂടിയാണ്. had a long vision and he was a truth. അങ്ങനെ truthful ചുരുക്കം person. പേരെ പൊളിറ്റിക്സിലും വരുന്നുള്ളൂ. The few people only we can see in politics. ആത്മീയ ഗോളത്തിലും അങ്ങനെ തന്നെയാണ്. In spiritual field is also like that. ഞാൻ ഒരിക്കൽ ഞങ്ങൾ മദ്രാസിൽ ഇരിക്കുമ്പോൾ When I was in Madras, എൻ്റെ ആരംഭകാലം മദ്രാസിലായിരുന്നു. ഒരു 5 വർഷത്തോളം my ഉണ്ടായിരുന്നു. initial stage was in Madras. I was 5 years in അപ്പോൾ Madras. അവിടുത്തെ ശ്രേഷ്ഠ പാസ്റ്റർമാരും ഒക്കെ ആയിട്ട് വളരെ ഐക്യമായിരുന്നു. I was so connected to the great pastors there. കില്ലീസിൽ പാസ്റ്റർ ബോബിയും ഞാനും ഒരു വർഷം ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. Pastor Bobby and I was together for 1 year. അപ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. We used to speak many things. 1976 ആരംഭഘട്ടത്തിൽ In 1970, in the beginning, പാസ്റ്റർ ബോബി പെരമ്പൂർ സഭയിൽ ഇരിക്കുമ്പോൾ when Pastor Bobby was in Perambur Church, പാസ്റ്റർ എസി തോമസും Pastor A.C. Thomas, പാസ്റ്റർ സി ജോണും Pastor C. John, പാസ്റ്റർ ബോബിയുടെ അടുത്ത് ചെന്ന് അവർ ഇങ്ങനെ പാട്ടുമൊക്കെ ഉണ്ടാക്കുന്ന പാർട്ടികളാണ്. they come to Pastor Bobby to make songs. പാട്ടുകളൊക്കെ ഉണ്ടാക്കും. They compose songs. പാസ്റ്റർ എസി തോമസും പാസ്റ്റർ സി ജോണും ഒക്കെ അതിന് ഉണ്ടാകുന്ന ആളായിരുന്നു. And this Pastor A.C. Thomas and Pastor C. John used to അങ്ങനെ compose a സംസാരിക്കുന്ന song. കൂട്ടത്തിൽ When they used to speak, ഇവരുടെ കാലം തീരാൻ പോവുകയാണ്. their life is going to end. അവർക്ക് സഭയെക്കുറിച്ച് ഒരു ഭാരം ഉണ്ടായിരുന്നു. They have the burden about the church. ആ സമയത്ത് നല്ല ചെറുപ്പക്കാരൻ, ഊർജ്ജസ്വലതയായ, There are some energetic youth നല്ല people, ആരോഗ്യമുള്ള, some healthy people, എവിടെയും യാത്ര ചെയ്യാനുള്ള സ്മാർട്ട്നെസ് ഉള്ളതായ, there are smart people, they can travel anywhere. ആരോടും ഡീൽ ചെയ്യാൻ പറ്റിയ ഒരാള്, The people who can deal, നല്ല ലാംഗ്വേജ് ഉള്ള മനുഷ്യൻ, a person who know very good language. നമുക്കൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. We have a pastor. അപ്പൊ അത്രയും മിടുക്കനായ ഒരു പാസ്റ്റർ ഉള്ളപ്പോൾ That much skilled and energetic pastor. ഇവര് സംസാരിച്ചപ്പോൾ പറഞ്ഞു, When we were they speaking about him, ആ മിടുക്കനായ പാസ്റ്ററെ കൊണ്ട് കാര്യമില്ല. it is not important for അദ്ദേഹം this smart ഇതെല്ലാം person. ചെയ്യുന്നെങ്കിലും Even though he does all these things, ദീർഘവീക്ഷണം കുറവാണ്. his long vision is not there. അതുകൊണ്ട് തന്നെ ആ പോസ്റ്റിലേക്ക് വെക്കാൻ പാസ്റ്റർ സി ജോൺ പറഞ്ഞപ്പോൾ, Even though Pastor C. John told to keep him in a position, തന്നെ ആ പോസ്റ്റിലേക്ക് വെക്കാൻ 76 അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പാസ്റ്റർ സി ജോണിന് ശേഷം തന്നെ ആ പോസ്റ്റിലേക്ക് വെക്കാൻ തീരുമാനിച്ചപ്പോൾ after Pastor C. John, they planned to appoint him in his position. പാസ്റ്റർ എസി തോമസ് പറഞ്ഞു, Pastor A.C. Thomas told, ആളും മിടുക്കനാണ്, കൊള്ളാം, he's smart, good, പക്ഷെ അവസാനം വളരെ ദുരന്തമായിരിക്കും. but is the end of him will be a disaster. 7 വർഷം കഴിഞ്ഞാണ് അദ്ദേഹം മരിക്കുന്നത്. He died after 7 years. 1984 In 1984, അപ്പോഴാണ് സി പ്രശ്നം ഇവിടെ ശക്തമായത്. at that time, the sea problem. ഈ കരുത്തനും ശക്തനും മിടുക്കനുമായ പാസ്റ്റർ This smart pastor, കുഴഞ്ഞു പോയെന്ന് മാത്രമല്ല, തന്റെ നടത്തിപ്പിൽ ഒരുപാട് അപാകതകൾ വരാൻ തുടങ്ങി. there are a lot of problems in his leading. ഞാൻ ആ സമയത്ത് മദ്രാസിലുണ്ട്. That time I was in Madras. അപ്പോൾ അത് മുന്നമേ അവർ കണ്ടു. They foreseen it. ആള് മിടുക്കനാണെങ്കിലും Even though he's good, തന്നെ കൊണ്ട് ഫോളോ ചെയ്യാൻ സാധ്യയില്ല. he couldn't follow this. അപ്പൊ തന്നെ പാസ്റ്റർ എ സി തോമസ് പറഞ്ഞു, That time Pastor A.C. Thomas ആ told, പാസ്റ്റർ ഏണസ്റ്റ് ഉണ്ടല്ലോ, we have Pastor S.B. Ernest. അദ്ദേഹം ഒന്ന് ഫ്രാൻസിലൊരു ചെറിയ സഭയുടെ പാസ്റ്ററാണ്. He is a local pastor in France. അപ്പോൾ അവരുടെ കാഴ്ചപ്പാട് നോക്കി, പാസ്റ്റർ എസ് ബി ഏണസ്റ്റ് ഉണ്ട്. We have Pastor S.B. Ernest in France. They have the പാസ്റ്റർ vision. എസ് ബി ഏണസ്റ്റിനെ കണ്ടിട്ടുള്ളൊരു കൈ ഓർത്തുകയെ. ഇവിടെ ചുരുക്കം പേരേ ഉള്ളൂ. Very few peoples. കണ്ടാൽ എൻ്റെ അത്രയും മണ്ണുണ്ടെന്ന് എനിക്ക് സംശയമാണ്. I don't know whether he has this much stout. താനീ പറഞ്ഞ പോലെ വിത്ത് തേങ്ങ പോലെ മുഖമല്ല ഇങ്ങനെ ചുളുങ്ങി, അല്ലെങ്കിൽ ഒരു ഷേപ്പ് ഒന്നും ഇല്ലാത്തൊരു മനുഷ്യൻ. Like seed coconut, he don't have any shape. He's a very lean person. നോക്കണം. അപ്പോൾ അദ്ദേഹത്തിന് മറ്റുള്ളൊരു പ്രാധാന്യം വളരെ കൊടുത്തില്ലെങ്കിലും They didn't give other people didn't give much importance to him. സ്പിരിറ്റിനെ കുറിച്ച് അറിയാവുന്ന പാസ്റ്റർ എ സി തോമസ് പറഞ്ഞു, ഒരു ആശ്വാസം പാസ്റ്റർ ഏണസ്റ്റ് ഉണ്ടല്ലോ. A.C. Thomas told he is there. 1984 സഭ വളരെ പ്രതിസന്ധി കൂടെ പോയപ്പോൾ, When 1984, when the church went in turmoil, ഞങ്ങൾ ആ സമയത്ത് മദ്രാസിലെ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് ചർച്ച ചെയ്യുന്ന സമയമാണ്. we'll be handling the things in the Chennai.
അപ്പം ഞാൻ ഈ രണ്ട് പാസ്റ്റർ, ഈ മിടുക്കനായ പാസ്റ്ററും ഈ പാസ്റ്റർ ഏണസ്റ്റും വളരെ ക്ലോസ് ആണ്. These two pastors and this Pastor Ernest and this smart pastor, we were all together close. 84 താൻ ഇത് കുഴയുന്നതായിട്ട് എനിക്ക് കണ്ടു. I can താൻ see, ആകെ അസ്വസ്ഥനാകുന്ന കണ്ടു. and I can see in 1984, ഞാൻ he തന്റെ was- കട്ടിലയിൽ ഇരുന്നു കൊണ്ട് when I was in the court, ഞാൻ അദ്ദേഹത്തിന് അച്ഛനത്തിന് ഇത്രയും പാടുപെടുന്നേ. I asked Achayan, why are you troubling so much? അച്ഛൻ്റെ മേളിൽ പാസ്റ്റർ ഏണസ്റ്റുണ്ട്, വേറൊരു പാസ്റ്ററുണ്ട്, പാസ്റ്റർ ജേക്കബ് ഉണ്ട്. There is another pastor is there, Pastor Ernest as well as Pastor Jacob. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ഏണസ്റ്റിന് ഇന്ത്യയുടെ വേലയെക്കുറിച്ച് എന്തറിയാം, Pastor Ernest, what he knows about the Indian ministry, അദ്ദേഹത്തെ കൊണ്ട് എന്ത് ചെയ്യാനാ, what he can do. താനൊരു നല്ല മനുഷ്യനും വിശുദ്ധനുമാണ്, He is a saint and good person, പക്ഷെ തന്നെ കൊണ്ട് എന്ത് ചെയ്യാനൊക്കും, but what he can do പക്ഷെ അല്പസമയത്തേക്കുള്ളിൽ. in a short period. ഈ പാസ്റ്റർ എന്നെ ഒരു സ്വപ്നം കണ്ട് എന്നോട് പറഞ്ഞു, This pastor has seen a vision and told me, ചെറിയാകുഞ്ഞ് ഞാനൊരു സ്വപ്നം കണ്ടു. I have seen a vision 84-ൽ in 84. 3 ആകാശത്തിൽ ജ്വലിച്ചിരുന്ന 3 നക്ഷത്രങ്ങൾ, There are 3 stars shining in the sky. അതായത് ഇന്ത്യയുടെ മേളിൽ. On the top of the India. ഇന്ത്യയുടെ ഇത് കാണിച്ചിട്ട്, മാപ്പ് കാണിച്ചിട്ട്, In the vision it showed the map അതിന്റെ of the മേളിൽ India. 3 നക്ഷത്രങ്ങൾ On the top പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. of that there are 3 stars were shining. 1, 2, 3 3 അണഞ്ഞു. The 3 stars has been completely put off. ഇതെന്തായിരിക്കുമെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. And he asked me, what is this? എനിക്കൊന്നും പറയാൻ സാധിച്ചില്ല. I didn't say anything. എന്നാലും നമുക്ക് അറിയാമല്ലോ, Even though we know, നക്ഷത്രങ്ങളെപ്പോലെ ശോഭിക്കുന്ന മനുഷ്യരുടെ അവസാനമാണെന്ന് മനസ്സിലായി. the people who shine like a stars is going to end up. അല്പസമയത്തിനകം Within a short period of time, താൻ പെട്ടെന്ന് വളരെ രോഗിയായി, suddenly he became sick. പ്രതീക്ഷിക്കാത്ത ഒരു രോഗിയായി. And accidentally he became sick. അദ്ദേഹം മരിച്ചു. And he died. തൊട്ടു പിന്നാലെ After that, ഞാൻ നാഗപട്ടണം തന്നിരിക്കുക. at that time I was in Nagapattinam. അപ്പോഴാണ് ഒരു വൈകുന്നേരം ന്യൂസ് വന്നു, ഇന്ദിരാഗാന്ധി അസാസിനേറ്റഡ്, അല്ലെങ്കിൽ വെടിയേറ്റ് മരിച്ചു. In the evening, I got the news that Indira Gandhi got assassinated. രണ്ടാമത്തെ നക്ഷത്രം. That is a second star. മൂന്നാമതായി And third, MG രാമചന്ദ്രൻ, MGR, തമിഴ്നാട് മുഖ്യമന്ത്രി. the Chief Minister of Tamil Nadu, M.G. Ramachandran. റേഡിയോയിൽ കേട്ടു ലാസ്റ്റ് സിംഗിങ്, MGR സിംഗിങ്, അതായത് മരിച്ചുകൊണ്ടേയിരിക്കുന്നു. MGR is sinking in his health. That's what I heard in തന്റെ the radio. മരണത്തെ സ്ഥിരീകരിച്ച് ഡോക്ടർമാരും പ്രഖ്യാപിച്ചു. The doctors also confirmed his death. ആ ദിവസങ്ങളിൽ This day, 16 തമിഴ്നാട്ടിലെ മക്കൾ ആത്മഹത്യ ചെയ്തു. 16 peoples of Tamil Nadu has committed suicide. അമ്പലങ്ങളിൽ പോയി ആത്മഹത്യ അല്ലെങ്കിൽ മരിക്കുക, അതിനുവേണ്ടി മരിക്കാൻ തീരുമാനിച്ചു. They went to temple and committing suicide just for ആണ്ടവരെ, MGR. എങ്ങളുടെ അണ്ണന്റെ ഉയരെ കാപ്പാത്തണം, Oh Lord, ഇതാ എന്നോട് ഉയരെ തരികരെ എന്ന് പറഞ്ഞത്. I give my life for the life of MGR. നമുക്കറിയാമോ, ആസാരിയ രാജാവ് Assyrian king, യുദ്ധത്തിൽ തോറ്റുപോകുന്ന സമയത്തിൽ when he got defeated in the തന്റെ war, മൂത്ത മകനെ പിടിച്ച് ബലിയർപ്പിച്ചു, he given his elder son as a sacrifice യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി. to win the battle. അവിടെ ജയിച്ചെന്നാണ്, ആ മകനെ ബലിയർപ്പിച്ചപ്പോൾ ജയിച്ചെന്നാണ്. He got win after this അതായത് sacrifice. ഒരു മനുഷ്യന്റെ ജീവൻ എന്ന് പറയുന്നതാണ് ദൈവത്തിന് മുമ്പിൽ ഏറ്റവും വലുത്. The life of the man is important to God. അപ്പൊ അവന് തയ്യാറായപ്പോൾ, When he became ready for ചെയ്തത് that, തെറ്റാണെങ്കിലും even though it was a mistake, പെട്ടെന്ന് അവന് ജയം കിട്ടിയെന്നാണ് എഴുതിയിരിക്കുന്നത്. he won. That is a ഇതുപോലെ MGRന് വേണ്ടി 16 പേര് തങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ചപ്പോൾ, likewise for the sake of MGR, 16 people committed suicide. അടുത്ത ന്യൂസ് ഞാൻ കേട്ടു, MGR വളരെ പ്രോഗ്രസ് ആയി വരുന്നു. And MGR is getting progress. That's what I heard. പക്ഷെ എങ്കിലും After that, താൻ അമേരിക്കയിൽ പോയി തിരിച്ചു വന്നു. കുറച്ച് നാൾ ഈ ഒരു സെമി, ഈ പറഞ്ഞ പോലെ രോഗിയായി തന്നെ കുറച്ചു നാളെ ഭരണം നടത്തിക്കൊണ്ടിരുന്നു. he went back to America and come back from America, and again he was sick അങ്ങനെ അദ്ദേഹവും മരിച്ചു. and he also died. അപ്പൊ ആ 3 നക്ഷത്രം അണഞ്ഞു. There are 3 stars. അപ്പൊ ഈ ലോകത്തിലായാലും സഭയിലായാലും In this world as well as in church, ലീഡേഴ്സിനെയൊക്കെ നിയമിക്കുന്നതിന് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. God has a plan to appoint a leader. അതുകൊണ്ട് ഇലക്ഷൻ വരുമ്പോൾ ദൈവമക്കൾ ബേജാറാകേണ്ട ആവശ്യമൊന്നുമില്ല. During the election, the children of God know എത്ര സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും, how many instances are there. ഇപ്പോൾ ഇന്നാര് വരുമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ പോലും ചിലപ്പോൾ അവരായിരിക്കത്തില്ല. They will not come. കാരണം ഓരോ കാലഘട്ടങ്ങളിൽ ആര് വരണമെന്നുള്ളത് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. During each period, God has a plan who has to come. അതിനാരെന്തെല്ലാം കാണിച്ചാലും കാര്യമില്ല. Whatever we do, ഇത് സ്പിരിറ്റിന്റെ വർക്കുകളാണ്. this is a work of the Spirit. അത് രാജ്യത്തിന്റെ കൺട്രോളിങ് ദൈവത്തിന്റെ കയ്യിലാണ്. The control of the nations are in the hand of God. മനുഷ്യരെ അതിന് നിയമിക്കും. God will appoint people. അതിനെല്ലാം ഒരു ഉദ്ദേശമുണ്ട്. There is a purpose for that. അതുകൊണ്ടാണ് ഏത് നേതാക്കന്മാർ ഭരണത്തിൽ വന്നാലും Whenever the leaders come into the power, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിയമിക്കപ്പെട്ടവരാണ്. we are appointed to pray നമ്മൾ for them. പക്ഷത്തേക്ക് ചേരരുത്. We should not go into certain parties. കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി വന്നാൽ, There's a chief minister comes in Kerala. ഏത് പാർട്ടി ആയാലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Whichever party he belongs to, we should pray for ഇന്ത്യൻ him. പ്രധാനമന്ത്രി ഏത് പാർട്ടിക്കാരനായാലും Even the prime minister belongs to any നമ്മുടെ party. ഡ്യൂട്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. Our duty is to pray for him. നിങ്ങൾ ദൈവമക്കൾക്ക് രാഷ്ട്രീയം ഇരുന്നാൽ, The children of God don't have politics. നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നുള്ള കാര്യത്തിൽ ഒന്നുകൂടെ വിചിന്തനം ചെയ്യണം. You have to think about whether you will go to heaven. കാരണം നിങ്ങൾ വൺ സൈഡിലേക്ക് തിരിയും. You are going to നിങ്ങളുടെ another ചിന്തകൾ side. ഒരു ഗ്രൂപ്പിലേക്ക് മാറും. Your mind will go to another. അതുകൊണ്ട് യഥാർത്ഥ ദൈവമക്കൾക്ക് രാഷ്ട്രീയം
പാടില്ലാത്തതാണ്. The real children of God don't need അവരെല്ലാവരെയും politics. ഉൾക്കൊള്ളുവാനുള്ള മനസ്സ് അവർക്കുണ്ടാകണം. They should include everybody. പിന്നെ രാഷ്ട്രീയം ഉപേക്ഷിക്കാത്തവരാണ് അവർ കടന്നോട്ടെ, നമുക്ക് ഇല്ലയോ. Some people don't omit this അവർക്ക് അതാണ് politics. മുഖ്യമെങ്കിൽ അത് പൊക്കോട്ടെ. If it is important for them, let them continue. ദൈവത്തിന് സ്തോത്രം. Praise be to God. അപ്പോൾ ഈ രാജ്യത്തിന്മേൽ നിയമിക്കുന്ന എങ്ങനെയാണ് This is how they appoint നോക്കണം. people. അന്നിരുന്ന ഈ പറഞ്ഞ പാസ്റ്റർ This pastor ഓൾ ഇന്ത്യയുടെ വേലയുടെ in the midst of all വലിയ India തെളിഞ്ഞ മുഖമായിരുന്നു. is a very known face. അപ്പൊ തന്നെ രാജ്യത്തിന്റെയും ഒരു തെളിഞ്ഞ മുഖമായിരുന്നു ഇന്ദിരാഗാന്ധി. The popular face was Indira Gandhi at that time. ഇവർ രണ്ടും മാറിക്കഴിഞ്ഞപ്പോൾ After these post people changed, പ്രതീക്ഷിക്കാത്ത രാജീവ് ഗാന്ധി വേറൊരു മുഖത്തോടു കൂടി വന്നു. unexpectedly Rajiv Gandhi came with a new face. ഈ സഭയിലും അന്ന് എ.സി. തോമാച്ചാൻ പ്രവചിച്ച പോലെ As that day A.C. Thomachayan prophesied, പല അറ്റാക്കുകൾ വന്നിട്ട് after some attacks, ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന a person who relied completely on ബലഹീനനായ God, പാസ്റ്റർ ഏണസ്റ്റ് ഇന്ത്യയുടെ ചുമതലയിലേക്ക് the വന്നു. weak pastor Ernest came to take the ഞാൻ ആ charge in കാലങ്ങൾ India. അതിങ്ങനെ കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്തിരുന്നു. I was studying them. രണ്ടും ഈ പറഞ്ഞ പോലെ ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. Both of these are plans of God. രാജീവ് ഗാന്ധിയുടെ പുതിയ ആ ഒരു എൻട്രൻസും The entry of Rajiv Gandhi, പാസ്റ്റർ ഇത് ഏണസ്റ്റിന്റെ ഈ പറഞ്ഞ നമ്മുടെ സഭയിലേക്കുള്ള പ്രവേശനവും the entry of Pastor Ernest into the Indian ministry, ഇന്ത്യയുടെ ആ മുഖച്ഛായ തന്നെ മാറ്റി. and the complete face of India has changed. രാജീവ് ഗാന്ധി വന്നതോടെ ഇന്ത്യയുടെ മുഖച്ഛായ മാറി. After Rajiv Gandhi came in, the face of ഇതേപോലെ India ഈ has changed. സഭയുടെയും ഒരു മറ്റൊരു ടേണിംഗ് പോയിന്റിലായിരുന്നു. And for our church also, when it is some ആ other point. സമയത്താണ് പാസ്റ്റർ ഏണസ്റ്റ് ഈ സിരിബാബിന്റെ ആലയത്തെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുമായിരുന്നു. That time, Pastor Ernest started speaking about the Zerubbabel എനിക്ക് temple. വളരെ ടച്ചിങ് ആയിരുന്നു. It was touching to me that പിന്നീട് time. ദൈവം എന്നെ ആ കാര്യം കുറച്ചുകൂടെ പഠിപ്പിച്ച് അങ്ങനെയാണ് ഇതിപ്പോൾ ഈ 3 സ്റ്റേജ് കൊണ്ടുവന്നത്. God taught me more about this. That അപ്പോൾ this ഓരോ came. മനുഷ്യർക്കും ഈ 3 സ്റ്റേജുകളുണ്ട്. For every person has the 3 ചിലരെ ഈ stages. പറഞ്ഞ പോലെ കരിക്കോടുകൂടി അവസാനിക്കും, Some people will finish with tender coconut stage, ചെറിയൊരു ഫലം കായ്ച്ച് അവസാനിക്കും. only small fruit. എന്നാൽ മറ്റൊരു തേങ്ങായെ പോലെ കുറെ കൂടെ നല്ല പർപ്പസ് ചെയ്ത് അവസാനിക്കുക. Some people will do the ministry as a coconut. പക്ഷെ അതുമല്ല പൂർണ്ണത. That is not the perfection. യഥാർത്ഥ പൂർണ്ണത അടുത്ത ട്രഡീഷൻ, അടുത്ത തലമുറ ഉരുവാക്കുന്ന, The real perfection is to create the next generation. അതാണ് വിത്തിന്റെ ചുമതല എന്ന് പറയുന്നത്. That is the purpose of the seed. കഥാവായ യേശു പറയുന്നത് Jesus told താൻ കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ when he died in the Calvary cross, യശയ്യാപ്രവചനം 54 Isaiah 54, അവിടെ നമ്മൾ വായിക്കുമ്പോൾ സന്തതിയെ കണ്ട് ദീർഘായുസ് പ്രാപിച്ചതാണ്. he will have a long life by seeing his seed. ക്രൂശിൽ കിടക്കുമ്പോൾ When he was in the cross, താൻ കണ്ടത് ഒരു വലിയ സന്തതി. what he seen is a big seed. ആ സന്തതിയെ കണ്ടിട്ട് താൻ മരിക്കുകയായിരുന്നു. He seen that generation, after that he died. ഏതായിരുന്നു ആ സന്തതി? What was that അതാണ് generation? വിശുദ്ധ സന്തതിയായ സഭ. That is the holy generation, ക്രിസ്തുവിന്റെ the church. മണവാട്ടി. That is a bride of Christ. 110 സങ്കീർത്തനത്തിൽ In വായിക്കുമ്പോൾ 110 Psalms, ഉഷസിന്റെ ഉദരത്തിൽ നിന്ന്, from the womb of the morning, ഉഷസിന്റെ ഉദരം, from the womb of the morning, ഉഷസ് ആരാണ്? what is morning? ഉദയ നക്ഷത്രമായ ക്രിസ്തു. The morning star Christ. ക്രിസ്തു തന്റെ മരണത്തോടുകൂടി By the death of the Christ, ഉണ്ടാക്കപ്പെട്ട സഭ, the Christ, ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് from the womb of the morning, മഞ്ഞ് പോലെയുള്ള യുവാക്കൾ. like the youth of the dew. 110 വായിച്ച് ഏത് വാക്യം? 3-ാം വാക്യം വായിച്ച്, ഇംഗ്ലീഷ് വായിച്ച് 110:3. Thy people shall be willing in the day of the power, in the beauties of holiness from the womb of the morning. നോക്കണം, womb of the morning. Womb of the morning. ആ ബ്യൂട്ടീസ്, ആ മനോഹരമായ സന്തതികൾ, Beautiful generation. ഇതിനെയാണ് യേശു ക്രിസ്തു ക്രൂശിൽ കണ്ടത്. This is what Jesus seen in the cross. നമ്മളൊരു കാര്യം ഓർത്തോണം, Another thing you ഈ need to സഭയുടെ കെട്ടിടമല്ല വിഷയം. The building of this church is not the matter. മദ്രാസിൽ പോയി കൺവെൻഷൻ കൂടി വന്നിട്ട് അവിടെ ലക്ഷക്കണക്കിന് ആളുകളെ കണ്ടത് സന്തോഷത്തിലല്ല. We go to Chennai to attend the convention and see അവിടെ big crowd is not a matter. രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും തിരുവരായിൽ ഉത്സവം കാണാൻ പറഞ്ഞ പോലെ പലരും വന്നിട്ട് പോകും. Many people saved, unsaved used to come to the celebration. അത് വെച്ചുകൊണ്ട് കുമ്പനാട്ടുകാരുടെ കൺവെൻഷനേക്കാൾ വലിയ കൺവെൻഷൻ എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. ഞങ്ങളുടെ കൺവെൻഷൻ കുമ്പനാട്ടുകാരെക്കാൾ വലുതാണ്. One person told by seeing that our convention is better than the Kumbarat convention. കമ്പയർ ചെയ്ത വെറുതെ പ്രയോജനമില്ലാത്തവരായി പോകും. We cannot compare these two. അവിടെ നടക്കുന്ന കെട്ടിടത്തിന്റെയോ അല്ലെങ്കിൽ ഏക്കറിന്റെയോ വിസ്തൃതി ഒന്നും അല്ല ഈ വേലയുടെ അടിസ്ഥാനം എന്ന് It is പറയുന്നത്. not about the acres or the convention. അല്ലെങ്കിൽ നമ്മൾ ഈ അടുത്ത സമയത്ത് ഒരാൾ പ്രസംഗിച്ച പോലെ TPM-കാരുടെ സഭകളെല്ലാം ചെന്നാൽ, Recently, one person told, if you go to the church of TPM, നാട്ടിലെ സഭകള് some of the churches, നല്ല ടൈൽസും ഒക്കെ ഇട്ട്, they got good tiles. കൊട്ടാരക്കരയിലാണ് നല്ല ഗ്ലാസും ഒക്കെ ഇട്ട് നല്ല ബെസ്റ്റ് ഇത് പുതിയ സ്റ്റൈലിലൊക്കെയാണ് നമ്മുടെ ഫെയ്ത്ത് വെച്ചിരിക്കുന്നത്. Kottarakara, they built the new architecture. ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. It's very difficult. നാം ഇങ്ങനെ ആർഭാടത്തിലേക്ക് പോകും തോറും ന്യായവിധി കൂടാൻ വരാൻ പോവുകയാണ്. People is going to the luxury, getting the ശത്രുക്കൾ judgment. ഇത് കാണേണ്ട കൂടുതൽ അട്രാക്ട് വരും. They get more attraction. ആക്രമണം കൂടത്തേ ഉള്ളൂ. Then the attack will be more. അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതം Stay safe വളരെ is സിമ്പിളും മറിഞ്ഞിരിക്കുന്ന അനുഭവമാണ്. the simple is good. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട്
to God. ബാഹ്യമായ ചടങ്ങിലല്ല. It's not about external പണ്ടൊരാൾ appearance. പ്രസംഗിച്ചതുപോലെ As I preached earlier, പണ്ട് കൊട്ടാരക്കര കൺവെൻഷനില് in Kottarakara convention, അങ്ങോട്ട് വിശുദ്ധന്മാരോട് നിരന്നിരിക്കുന്ന കണ്ടാൽ many saints were എല്ലാം നല്ല തടിയും ആരോഗ്യവും പിന്നെ നല്ല തൊലിവെളുപ്പും ഉള്ളതായ കൂടി നിരന്നിരിക്കും. കണ്ടാൽ തന്നെ എന്തോ ഒരു സംഭവമാണെന്ന് ഒരാൾ എന്നോട് while പറഞ്ഞു. seeing them how beautiful. പക്ഷെ 84 കാറ്റടിച്ചപ്പോൾ After the wind in 1084, അതിൽ പലരും പെട്ടെന്ന് പെടുമരണം സംഭവിച്ചു. many people died. ഈ പറഞ്ഞ ഒന്നാമത്തെ പാസ്റ്റർ ഉൾപ്പെടെ. These pastors, including this അപ്പൊ pastor, ഇതൊന്നും അല്ല ഇതിന്റെ ആധാരം. this is not the source of നമ്മുടെ this. ആന്തരികമായ ബ്യൂട്ടിയാണ്, Our internal beauty. ഇന്റേണൽ ബ്യൂട്ടി. അതാണ് പാസ്റ്റർ ഏണസ്റ്റിനെ കണ്ടാൽ നമുക്ക് അങ്ങനെ വലിയ സൗന്ദര്യമൊന്നുമില്ല. Because when we look at Pastor Ernest, he is not very beautiful. പക്ഷെ അദ്ദേഹത്തിന്റെ കാലത്ത് പ്രകാശിച്ച പ്രകാശം പോലെ But the shining in his period, പിന്നീട് ഇന്ന് വരെയും ഈ സഭയ്ക്ക് ഉണ്ടായിട്ടില്ല. until now we couldn't see that kind പിന്നീട് of അതിന് കുറച്ച് brightness. വ്യത്യാസം വന്ന പാസ്റ്റർ ടി യു തോമാച്ചന്റെ കാലത്താണ്. After that, in Pastor T. Thomas's time, that was something അദ്ദേഹത്തിന്റെ shining. കാലത്ത് കുറച്ചുണ്ടെങ്കിലും പാസ്റ്റർ ഏണസ്റ്റിന്റെ കാലത്തെ ആ തേജസ് എന്ന് പറയുന്നത് The glory in the time of Pastor Ernest, അതൊരു സ്പെഷ്യൽ തന്നെയാണ്. it was a special. പാസ്റ്റർ അദ്ദേഹത്തിന്റെ ശിഷ്യൻ കൂടിയാണ് പാസ്റ്റർ ടി യു തോമാച്ചാനും. Pastor T. Thomachain is a disciple of അപ്പൊ Pastor ഈ Ernest. ഗ്ലോറി എന്ന് പറയുന്നത് പുറമേയുള്ള മഹത്വമല്ല. Glory is not about the external thing. അല്ലെങ്കിൽ ഇതിനൊന്നും പ്രശംസിക്കാൻ പോകരുത്. We cannot boast on this. നമ്മുടെ ആന്തരിക വിശുദ്ധിയാണ്. Our internal holiness. അതാണ് 33:17 വായിക്കുമ്പോൾ In Isaiah 33:17, രാജാവിനെ അവന്റെ സൗന്ദര്യത്തോട് ദർശിക്കണം. we see the king in his എന്താണ് ആ glory. സൗന്ദര്യം? What is this glory? ആ ബ്യൂട്ടി എന്ന് പറയുന്നത് അവന്റെ മഹിമ തേജസ്സാണ്. The beauty is his glory. അവന്റെ തേജസ്. The glory. അതാണ് ഹഗായി 2:9 വായിക്കുമ്പോൾ That's why we read in 2:9 in Haggai. ഹഗായി 2:9-3 രണ്ടും വായിക്കും. അവിടെ 2:9 വായിക്കുമ്പോൾ 2:9 we read, ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേലും വലുതായിരിക്കും. the glory of the latter house is greater than the former one. വായിച്ചേ. The glory of this latter house shall be greater than of the former, saith the Lord of hosts. നോക്കണം, ഇതിന്റെ ഫോർമർ ആൻഡ് ലാറ്റർ. Former and latter. ഫോർമർ എന്ന് പറഞ്ഞാ What is former? നമ്മൾ ഈ രണ്ടാം ഘട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയമാണ്. This is the time of second stage. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ മഹാപുരോഹിതൻ വിശുദ്ധ സ്ഥലത്തേക്കുമ്പോൾ When the high priest went into the holy 10 place, വസ്ത്രങ്ങൾ ധരിച്ചാണ് he നിൽക്കുന്നത്. used to wear 10 garments. കണ്ടാൽ ഒരു കല തന്നെയാണ്. It is like very, ഏഫോദും മാർപ്പതക്കവും പിന്നെ ഒന്നും വേണ്ട നിലയങ്കിയും ഇതെല്ലാം ധരിച്ചു നിൽക്കുന്ന ഒരു പുരോഹിതൻ. he wear all those garments. പക്ഷെ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ But when he enter into the holy of അവൻ ഈ holies, 10 വസ്ത്രവും നീക്കിക്കളയണം. he has to remove all these garments. വീണ്ടും അവൻ Again, കുളിച്ച് he has to take a shower, വെള്ളത്തിൽ കഴുകി washing his hands. പഞ്ഞിനൂലങ്കി പരുത്തി കോട്ടൺ തുണി ധരിച്ചിട്ട് കയറാവും. He has to wear a cotton dress. അതിന്റെ അർത്ഥം എന്താ? What is the meaning of വേർവ that? ഉണ്ടാകരുത്. No sweat should be happen. വേർക്കാൻ പാടില്ല. Should not be sweating. അതിന്റെ നിന്റെ അധ്വാനമല്ല അവിടെ ആവശ്യം. It is not your effort. മറ്റത് ലിനൻ പർപ്പിള് മറ്റത് മറിച്ച് ഇതെല്ലാം കൂടി ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര വേർവുണ്ടാകും നിന്റെ ശരീരത്തില്. Otherwise, linen and purple all makes a lot of ഇവിടെ perspiration. നിന്റെ അധ്വാനമല്ല. Here it is not your effort. അതാണ് മൂന്നാമത്തെ ആലയത്തിന്റെ ആപ്തവാക്യമായ സക്കറിയ 4:6 വായിക്കുമ്പോൾ In Zechariah 4:6 we read, അവിടെ വായിക്കുമ്പോൾ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനല്ലത്രേ. it's not by might, it is not by power, വായിച്ചേ, but by my spirit. read in English. Then he answered and spake unto me, saying, This is the word of the Lord unto Zerubbabel, saying, Not by might, nor by power, but my spirit, saith But the my spirit, say the Lord. Lord of hosts. എന്റെ ആത്മാവിനല്ലത്രേ. It's by my spirit. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനല്ലത്രേ. Not by might, not by power. അപ്പൊ അതാണ് പത്രോസിനോട് ദൈവം പറഞ്ഞത്, നീ വയസ്സായ ശേഷം, This is what God told to Peter ആ after വയസ്സെന്ന് age. പറയുന്നത് നീ മൂന്നാമത്തെ സ്റ്റേജിലെത്തുമ്പോൾ When you enter to the third stage, നിന്നെ പരിശുദ്ധാത്മാവ് തന്നെ നടത്തിക്കോളും. the Holy Spirit will lead you. അവിടെയാണ് മനോഹരത്വം കൂടുന്നത്. There the beauty അപ്പൊ ഈ is പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുമ്പോൾ when the Holy Spirit നമ്മുടെ leads us, ശരീരത്തെ പറ്റി നമ്മൾ കെയർ ചെയ്യുന്നേ ഇല്ല. we will not take care of our body. അതുകൊണ്ടാണ് ഹഗായി 2:3 വായിക്കുമ്പോൾ, That's why Haggai 2:3 we read, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ആലയത്തെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? what do you feel when you see this temple മുൻപ് now? കണ്ടവരോട് ചോദിക്കുന്നു, ഇപ്പോൾ ഈ ആലയത്തെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? The people who seen the former temple, he is asking what you see. ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ? Don't you see it is a nothing? Who is left among you that saw this house in her first glory, and how do you see it now? Is it not in How your... do you see it now? ഇപ്പോൾ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഞാൻ ഈ കുമളി വന്നതിന് ശേഷം After I came to Kumli, പലരും എന്നെ കാണാൻ വന്നപ്പോൾ many people came to see me. അവർക്ക് സംശയം ഞാൻ തന്നെയാണോ എന്നാണ്. They have a doubt, is it that same person? എൻ്റെ ഫേസിന്റെ കളർ മാറി, ഫേസിന്റെ ഷേപ്പ് മാറി. Because of the shape and color of my face changed. ഇതെന്താ വെച്ചാൽ ഇങ്ങനെ? Why are you like this? ഞാൻ ഹഗായി 2:3. This is Haggai 2:3. കാരണം
വിത്തിലേക്ക് വരുമ്പോൾ When we come to the stage of seed, പുറമേയുള്ള എല്ലാം കുറച്ചും കൊണ്ട് മാറും, ഗ്ലോറി എല്ലാം മാറും, the external glory will be അകത്തത്തെ departed. ഗ്ലോറി കൂട്ടും. The internal glory will be ഇതാണ് increasing. ഇറ്റേണൽ നിത്യത എന്ന് പറയുന്നത്. This is what called eternity. ഇതറിയാവുന്നവർക്ക് പ്രശ്നമില്ല. If the people understand this, don't have a problem. ഒരിക്കലൊരു സഭയിൽ ഒരു അമ്മ An ammachi in a പാസ്റ്റർ church, ബോബി എടുത്തു വന്ന്, അയ്യാ ഞാൻ പല്ലെല്ലാം പോച്ച് എവളോ അളകായിരുന്നു പല്ലായിരുന്നു എന്ന് പറഞ്ഞത്. she told to Pastor Bobby that I lost my teeth. அந்த அம்மா அழுகுறாங்க. That amma was crying. பாஸ்டர் போபி சொன்ன, நீங்க பெரிய பாக்கியசாலி, பாக்கியவான். Pastor Bobby told, you are blessed. ஏனே அப்படி சொல்றது? Why are you saying so? என் பல்லு போனது பாக்கியமா? Why I am losing my teeth? Is it good? ஆமா, நீங்க படிச்சது இல்லையா? As you not read, நீங்க கண்டிப்பா நரகத்துக்கு போகாது. you will not go to the hell. அது எப்படி நரகத்துக்குள்ள போகாது? You will not go to the hell for sure. என்ன? Why? കാരണം அங்கே அழுகையும் பற்கடிப்பு இருக்குது. There is weeping உனக்கு and பல்லு biting இல்லையா? of the teeth. உனக்கு பல்லு இல்லாதனால நீங்க அங்க போகல. Because you don't have the teeth, you will not go to the hell. அப்படி சொன்னதுனால அந்த அம்மாவுக்கு ஒரு ஆறுதல சந்தோஷமா போயிட்டாங்க. And that amma went with very much comfort. அப்ப இப்படி ഇങ്ങനെ ശരീരത്തിന്റെ ഇതിലല്ല നമ്മൾ കവലപ്പെടേണ്ടത്. Likewise, we should not bother about അകത്തെ our body. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, Concerning the internal man, പുറമേയുള്ള മനുഷ്യനെ അകത്തെ സംബന്ധിച്ചിടത്തോളം about the inner man. ഇതാണ് അവസാനം നമ്മൾ കരുതേണ്ടത്. This is what we have to take care of the last അകത്തെ time. മനുഷ്യനെ പുതുക്കം പ്രാപിച്ചുകൊണ്ട് The വരണം. inner man has to be. ഇതാണ് ലാറ്റർ ഗ്ലോറി. This is the latter glory. നമുക്കറിയാം നമ്മുടെ ദേവാലയം പെയ്ത്തോമല്ല. Our temple is not the faith home. ചില വേലക്കാരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പെയ്ത്തോം ഓടി പിടിപ്പിക്കുന്നതിനാണ് ഒന്നാമത് ശ്രദ്ധ. Some people give importance to making എന്നിട്ട് ഒരു it faith കൺവെൻഷൻ home. നടത്തി നാട്ടുകാരെ വിളിപ്പിച്ച് കാണിച്ചു കഴിയുമ്പോൾ ഇവർക്കൊരു സന്തോഷം. They feel happy when they make a convention. and കൺവെൻഷൻ bring കഴിയും, people outside. പിശാച് കയറി പെയ്ത്തോമിലും അടി എന്ന് പറഞ്ഞാൽ പെയ്ത്തോമിൽ പ്രശ്നം, സഭയിലും പ്രശ്നം, അങ്ങേര് പിന്നെ പെട്ടി എടുത്തുകൊണ്ട് അടുത്ത ട്രാൻസ്ഫർ. After the convention, the spirit comes in, then lot of problem in the നടക്കട്ടെ, church. അത് ദൈവേഷ്ടമെങ്കിൽ ഹോള് വേണം, വീട് വേണം, ഒക്കെ ശരിതാണ്. So if it is a will of God, we need to have the hall. പക്ഷെ അതല്ല വിഷയം. This is not the നമ്മളാണ് matter. ദൈവത്തിന്റെ ആലയം. We are the temple of ഈ God. ആലയത്തിന് 3 ഘട്ടമുണ്ട്. In this temple, there are 3 കഴിഞ്ഞ stages. ദിവസം കേട്ട പോലെ അപ്പോസ്തോലികമായ ഉപദേശത്തിൽ വളർന്നതിന് ശേഷം Yes, we had earlier, after we grew in the apostolic doctrine, നമ്മളിലുള്ള ചില പ്രാകൃത സ്വഭാവങ്ങളെ നീക്കിക്കളയാം. some of the unnatural worldly things has to be ഒരു reported. ഉദാഹരണം പറഞ്ഞാൽ, For example, ഇപ്പൊ ട്രിവാൻഡ്രത്തുനിന്ന് ആകാശവാണിയില് റിലേ ചെയ്യുന്ന പ്രോഗ്രാം, a program which is relayed from Trivandrum Akashvani, വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. and they are reading the news. അയാൾ അവിടെ ഓഡിയോ അല്ലെങ്കിൽ ആ സ്റ്റുഡിയോയിൽ നിന്ന് വായിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇടുക്കിക്കാർ കേൾക്കുന്നത്? He is reading the news from the studio. How you are hearing in Idiki? ഇപ്പൊ ഞാനിവിടെ മൈക്ക് ഓഫ് ചെയ്തിട്ട് ഓഡിയോ സംസാരിച്ചാൽ When I switch off the mic and speak, ഓഡിയോ now it is an audio. മാക്സിമം വന്നാൽ ഈ ഹോളിന്റെ അകത്തുകൂടി വരുന്നില്ല. Only until the end of this pillar you can hear. എന്നാൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി To develop that, റേഡിയോ ഫ്രീക്വൻസി ആഡ് ചെയ്യും. we add the radio frequency. ഞാൻ ഇലക്ട്രോണിക്സിൽ പഠിച്ചതാണത്. As I have studied in electronics, അപ്പോൾ ഈ ഓഡിയോ ഫ്രീക്വൻസിയോടുകൂടി with this radio frequency, നമ്മൾ റേഡിയോ ഉണ്ടല്ലോ, റേഡിയോയിൽ അതിന് പല സെക്ഷൻ ഉണ്ട്. there are many sections in ഈ radio. വരുന്ന ഓഡിയോ ഫ്രീക്വൻസിയെ This audio frequencies, നമ്മുടെ ഏരിയയിൽ കയറി പിടിക്കും. the aerial will catch that. അതിങ്ങനെ കൊണ്ടുവന്നിട്ട് That will bring it. അത് AF ആംപ്ലിഫയർ എന്ന് പറഞ്ഞു, ഓഡിയോ ആംപ്ലിഫിക്കേഷൻ, ആ ആംപ്ലിഫയറിലേക്ക് ഇട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്തെടുക്കും. It will amplify itself to louder voice. പക്ഷേ അതിന് 2 ഫ്രീക്വൻസി ഉണ്ട്. There are 2 frequencies. ഓഡിയോ ഫ്രീക്വൻസി ഉണ്ട്, റേഡിയോ ഫ്രീക്വൻസി ഉണ്ട്, Audio frequency and radio frequency. അല്ലെങ്കിൽ കാരിയർ ഫ്രീക്വൻസി. There is a carrier frequency നമ്മളെ വളർത്തുന്നതിന് വേണ്ടി, നമ്മളെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി. to make us exalting. അങ്ങനെ നാം ആ കാരിയർ ഫ്രീക്വൻസിക്ക് ഒരു വേവ് ലെങ്ത് ഉണ്ട്. There is a wavelength for the carrier frequency. അത് ഇത്ര കിലോസ് ഇതിൽ പോകും, It will go until to this extent, അല്ലെങ്കിൽ ഇടുക്കി വരെ പോകാം, up to the Idiki, അല്ലെങ്കിൽ ഗൂഡല്ലൂർ വരെ പോകും. up to Gudalur. അതിനപ്പുറത്തേക്ക് പോകത്തില്ല. After that, it will not അപ്പോൾ go. ട്രിവാൻഡ്രത്തുനിന്ന് ഈ ഓഡിയോ ഫ്രീക്വൻസി റിലേ ചെയ്യണമെങ്കിൽ When this audio frequency അതിനെ relates from Trivandrum, വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു കാരിയർ ഫ്രീക്വൻസി കൂടെ കൊടുക്കും. there is a carrier frequency are to ഇത് bear രണ്ടും this. മിക്സ് ചെയ്താണ് വിടുന്നത്. So it both are mixed and taken. ഇല്ലെങ്കിൽ ഈ ആ ഫ്രീക്വൻസി ഇവിടെ എത്തത്തില്ല. Otherwise, it will not reach here. അത് ഇവിടുത്തെ റേഡിയോ ഓൺ ചെയ്യുമ്പോൾ When we open the radio ആ here ഏരിയയിൽ കൂടെ വിളിച്ച് through the aerial, ഈ പറഞ്ഞ പോലെ ആംപ്ലിഫൈ ചെയ്ത് by doing amplification, അതൊരു ഡിറ്റക്ടർ സ്റ്റേജിലേക്ക് കൊണ്ടുവരും. it will come to detecting അതാണ് stage. ഇടുക്കുവാതിൽ. This is the narrow path. റേഡിയോക്കകത്ത് ഇടുക്കുവാതിലാണ് ഈ ഡിറ്റക്ടർ. This is the narrow path. ഡിറ്റക്ടർ എന്ന് പറയും, What detector will show? ഇനി നിന്നെ ഒന്നും ഇവിടെ ആവശ്യമില്ല, No more I need you. കാരിയർ ഫ്രീക്വൻസി അവിടെ തടഞ്ഞു നിർത്തും. It will block the carrier frequency. ആ കാരിയർ ഫ്രീക്വൻസി മുഴുവൻ അവിടെ തടഞ്ഞു നിർത്തിയിട്ട്, അതാ നിങ്ങളിങ്ങനെ ട്യൂൺ ചെയ്യുന്നില്ലയോ? ട്യൂൺ ചെയ്യുമ്പോൾ നടക്കുന്ന സംഭവം ഇതാണ്. When you are tuning the radio, this is what happens. ഫൈൻ ട്യൂൺ ചെയ്യുമ്പോൾ ആ ഡിസ്റ്റോർഷൻ എല്ലാം മാറും. When we fine tune, all the distortion will അങ്ങനെ be ഈ changed. കാരിയർ ഫ്രീക്വൻസി മുഴുവൻ അവിടെ വെച്ച് ഒപ്പോസ് ചെയ്തതിന് ശേഷം After blocking this carrier frequency, വീണ്ടും ഓഡിയോ ഫ്രീക്വൻസി ഇങ്ങോട്ട് അയക്കും. again the audio frequency will അത് come here. AF ആംപ്ലിഫയർ കൊടുത്തിട്ട് And it comes to the amplifier. അത് ആംപ്ലിഫൈ ചെയ്തതിന് ശേഷം After amplification, അത് വീണ്ടും again
നമ്മൾ ഒരു ട്രാൻസ്ഫോർമർ മൂലം സ്പീക്കറിലേക്ക് കൊടുക്കും. Through the transformer, it comes to the ഇപ്പം speaker. ഞാനിവിടെ സംസാരിക്കുന്നത് ഓഡിയോ, I speak here as an audio. എൻ്റെ ഓഡിയോ ഫ്രീക്വൻസിയെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ ഇതായിട്ട് മാറ്റും. My audio Energy, frequency is electrical changed to energy ആയിട്ട് electrical മാറ്റും. frequency. ഈ ഇലക്ട്രിക് എനർജി This electrical energy, ഇലക്ട്രിക് ആയെങ്കിലേ ഇവിടെ പോകത്തുള്ളൂ. it will, as an electric energy, ആംപ്ലിഫയർ will ചെന്ന് go to the amplifier. അതിനെ ആംപ്ലിഫൈ ചെയ്ത് ഡിറ്റക്ട് ചെയ്തതിന് ശേഷം After detecting and amplifying it, വീണ്ടും അത് എന്ത് ചെയ്യുന്നു, again സ്പീക്കറിലേക്ക് കൊടുക്കും. it comes to the speaker. ആ സ്പീക്കർ എന്ത് ചെയ്യുന്നു, That speaker, വീണ്ടും ഈ ഓഡിയോ ഇതിയാണ്. it makes it again അതിനാണ് audio. മിക്സർ യൂണിറ്റ് വെച്ചിരിക്കുന്നത്. That's why we have the mixer ആ unit here. മിക്സർ യൂണിറ്റിൽ In this mixer unit, ഈ ഇതെല്ലാം മാറ്റിയതിന് ശേഷം after taking all these things, അത് ക്ലിയർ ഓഡിയോ കേൾക്കാൻ തുടങ്ങും. it will be very clear എന്താണ് audio ഈ ക്യാരിയർ frequency. ഫ്രീക്വൻസി? This is what the frequency. നമ്മൾ ഈ വിശ്വാസം വരുമ്പോൾ When we come to this ദൈവം faith, ചില ടാലന്റുകൾ മനുഷ്യർക്ക് കൊടുക്കും. God used to give some talents to the man. ചിലർക്ക് പാടാൻ, പ്രസംഗിക്കാൻ, ചിലർക്ക് രോഗശാന്തി, ചിലർക്ക് സഹായം ചെയ്യാൻ, ഇങ്ങനെ പല വരങ്ങളുണ്ട്. Some people to sing, some people preach, some people do healing. അങ്ങനെ ഇതുകൊണ്ടെല്ലാം അവർ പ്രകാശിക്കും. They will shine with these gifts. പ്രവചനങ്ങള്, Prophecy, അങ്ങനെ പല കൃപാവരങ്ങൾ കൊണ്ട്, നന്മ പ്രവൃത്തി കൊണ്ട് ആ മനുഷ്യരുടെ പേരുകൾ വളരെ വിശാലമായി പോകും. because of the good works as well as to the gifts, his name will be പക്ഷെ popular. നമ്മളറിയാതെ അതിൽ കൂടെ കുറെ ബൂസ്റ്റിംഗ് ഉണ്ടാകും. But we will get some boasting. അതുകൊണ്ടാണ് based of പിന്നീട് that. ആ മനുഷ്യരെ തൊട്ടാൽ അവർ സമ്മതിക്കത്തില്ല. That's why after that, when we touch that person, he will not agree. ഒളുങ്കാ പാട്. If you sing, പിന്നെ ഉള്ള പാട്ടും പോയി മൈക്ക് ഓഫ് ചെയ്ത് പിന്നെ തല താഴോട്ടിടും. they will stop and they will put their head നീ down. നല്ല വസനം പഠിക്കേ, You read properly, അപ്പൊ അവരുടെ സ്വയം കയറി, the ego will enter. അപ്പൊ സ്വയം കയറി. And then the ego will enter. പ്രാസംഗികന്മാരെ, Even the preachers. നീ എന്നാ പ്രസംഗിക്കുന്നത്? What are you preaching? തപ്പാ പേசுறீங்களா? You are speaking wrong. ഇനി ഞാൻ പ്രസംഗിക്കുന്നില്ല. I will not speak anymore. അപ്പൊ ആ സ്വയം ഇരിക്കുന്നതിന്റെ അർത്ഥം So now this the ego is there. ഇതെന്നാ ചമ്മന്തി, ഇങ്ങനെയാ ചമ്മന്തി അരക്കുന്നത്. How are you making chutney? ഉടനെ ഓടിട്ടിട്ട് ഒരു പോക്ക, They just throw and go. ഇവിടെ വന്ന് എന്ത് അതിശയമെന്ന് പാടുകയും ചെയ്യും. And they will sing song here. ഇതാണ് അതിശയം. This is what. ഇതാണ് ക്യാരിയർ ഫ്രീക്വൻസി. This is the അത് carrier frequency. കുടുംബങ്ങളിലുണ്ട്. It's there in the families also. പിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന നാൾ മുതൽ തുടങ്ങിയത് ആവശ്യമില്ലാത്ത പറഞ്ഞാലുണ്ടല്ലോ ഉടനെ ഭാര്യ തരും. Then the wife get അമ്മയെ പറ്റി angry. പറഞ്ഞാൽ, If I tell about my mother, എന്റെ കുടുംബത്തെ പറ്റി പറഞ്ഞാൽ, if I say about my family, അതാ സ്വയം എന്ന് പറയുന്നത്. that is ego. അതാണ് ക്യാരിയർ ഫ്രീക്വൻസി. That is carrier frequency. ഇതുകൊണ്ടാണ് നമ്മൾ ഈ നടക്കുന്നത്. We are moving with this frequency. ആ പാർട്ടിയൊക്കെ ഉണ്ട്, ഭയങ്കര വെയിറ്റ്. നമ്മളെ എന്നാ വെയിറ്റ് നടക്കുന്നത്. How much head weight he is? ആളിങ്ങനെ 15 കിലോ കാണത്തുള്ളൂ. Maybe only പക്ഷേ this ആളുടെ 15 പോക്ക് കണ്ടാൽ kilograms. But the way he goes, അതാണ് ഈ ക്യാരിയർ ഫ്രീക്വൻസി. that is carrier frequency. ഇതുകൊണ്ട് സ്വർഗത്തിൽ പോകാനൊക്കത്തില്ല. We cannot go with this to the heaven. അതിനാണ് ഈ ഡിക്റ്റേറ്റർ സ്റ്റേജിൽ കൂടെ പോകുന്നത്. That's why we need to go the detective stage. അതാണ് ഇടുക്കുവാതിൽ കൂടെ അകത്ത് കിടക്കാൻ യേശു പറയുന്നത്. That is the narrow path we have to enter. അതാണ് മഹാപുരോഹിതന്റെ 10 വസ്ത്രവും വിശുദ്ധ സ്ഥലത്ത് ഊരി വെക്കണം. That's why holy priest has to remove all his വിശുദ്ധ 10 സ്ഥലത്ത് garments പ്രവേശിക്കുമ്പോൾ before entering the holy of വീണ്ടും holies. കുളിച്ച് പ്രിയായി പരുത്തി വസ്ത്രം ധരിച്ചു പോകണം. He has to take shower and take the ഇതാണ് cotton മൂന്നാമത്തെ garment. സ്റ്റേജ്. This is the third stage. അമ്മച്ചിമാർക്ക് പിടി കിട്ടുന്ന ഞാൻ പെരിയ സഭയിലെ പാട്ടുകാരി ഇരുന്നാറ് ഇങ്ങ വന്നപ്പോ എന്നെ കൂട്ടുകാരിയാക്കി മാറ്റി. I'm a singer in a big church. Now you are just a എന്നാ co-worker. അന്യായം, இந்த சண்டை பாஸ் என்ன அநியாயம் பண்றாங்க. What unjust it is. പാട്ടുകാരിയായി എന്നെ തരം താഴ്ത്തി വിട്ടാച്ചു. I am a singer. He just make me. പ്രാസംഗികനാണ്, എന്നെ ഒരു പ്രസംഗം പോലും തരുന്നില്ല. I am a preacher. You are not giving a ഇപ്പൊ chance for നിങ്ങളെ a message. മാസയോഗത്തിന് എനിക്ക് പ്രസംഗിക്കാൻ ചാൻസ് കിട്ടത്തില്ലല്ലോ. I didn't get a chance to speak in monthly meetings. എന്താ കാരണം? What is the reason? പാസ്റ്റർ മിക്കവാറും പറയാറുണ്ട്. Pastor used to say many ഞാൻ times. പറഞ്ഞു എന്റെ പ്രസംഗമല്ലേ ദിവസവും എല്ലാ ആഴ്ചയിലും കേൾക്കുന്നത്. And every week they are hearing my എന്റെ message. അനിയന്മാരെ കയറ്റിവിടും, അവര് വരട്ടെ മുന്നോട്ട്. Let my younger brothers ഓരോ come. ആഴ്ച അവരെ ചാൻസ് കൂടെ. Give them chance. അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ നോക്കണം ഓരോ ആഴ്ചയിൽ അവരെ കയറ്റിവിടുന്നുണ്ട്. In every week now the young brothers are preaching. കാരണം in എങ്കിലല്ലേ monthly meeting. ബാലൻസ് ചെയ്യാനൊക്കത്തുള്ളൂ. Then only we can balance. പ്രാസംഗികന്മാരായി തന്നെ ഇരുന്നിട്ട് കാര്യമുണ്ട്. Otherwise preacher can be preacher. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണം, We have to give അവരെ room for വളർത്തിയെടുക്കണം. others. We have to grow them. ദൈവത്തിന് സ്തോത്രം. Praise be to God. അപ്പൊ നമ്മളിൽ പേരുണ്ടാകും, ഓ ചെറിയ കുഞ്ഞ് പാസ്റ്റർ ഏതാണ്ട് ആണെന്ന് പറഞ്ഞ് പ്രശംസ വരത്തില്ലേ. Then we will get a boasting in our mind. പലരും ഈ പ്രസംഗം കേട്ടിട്ട് എന്നെ കാണാൻ വരും. After hearing these messages, many people used to come here to see me. ഒരാൾ എന്നോട് പറയും എനിക്ക് ചെറിയ കുഞ്ഞ് പാസ്റ്റർ കാണണമെന്ന് പറഞ്ഞു. He asked me, I want to see Pastor Cheriyagunju. ഞാൻ അന്നേരം ഈ കോളർ ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ അവിടെ തുമ്പായി എടുത്തുകൊണ്ട് സൗരന്മാരുമായിട്ട് അവിടെ ചരടിക്കൊണ്ടിരിക്കുക. I was with an ordinary shirt. I was doing the farming. എന്നെ കണ്ടിട്ടും പുള്ളിക്ക് ഒരു വിശ്വാസം വരുന്നില്ല, ഈ പുള്ളി പാസ്റ്റർ ആണോ എന്ന് സംശയം. After looking at me, he didn't have a faith that I am the pastor. അപ്പൊ ഞാനിങ്ങനെ ഒന്നിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. I was telling him something. പുള്ളിക്ക് ഉടനെ പറഞ്ഞു എനിക്ക് പാസ്റ്റർ കാണും, ഞാൻ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു. I want to see the pastor. ഞാൻ പറഞ്ഞു അവിടെ ചെന്നാൽ കാണത്തില്ല. If you go there, you will not അത് see. ആളില്ലേ? Why he is not there? ഈ നിൽക്കുന്നതാ. I am the one standing here. പുള്ളി എന്നെ നോക്കുക. അപ്പൊ പുള്ളിയുടെ കാഴ്ചപ്പാട് ആ പ്രസംഗത്തിനേറ്റ ഒരിക്കൽ തിരുവല്ല വെച്ചിട്ട് പറഞ്ഞാണ്. In Tiruvalla, one person told me. ഒരു കൺവെൻഷൻ ഞാനൊരു പൈപ്പിന്റെ ഇത് ഫിറ്റ് ചെയ്ത് ഒരു കയ്യിൽ കൊടുത്തുകൊണ്ട്
ഒരു ബനിയനോട്ട് ഫിറ്റ് കൊണ്ട് ഇങ്ങോട്ട് വരിക. I was a simple dress. I was making a ഒരുത്തൻ pipe. ഗൾഫിൽ നിന്ന് വന്നിട്ട് പാസ്റ്റ കാണണമെന്ന് പറഞ്ഞു എന്നെ. One person comes to Gulf and saying that I want to see the pastor. അപ്പോൾ ഞാൻ പോയി നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ ഇപ്പോൾ പോയി പെട്ടെന്ന് മേല് കഴുകി ഡ്രസ്സ് മാറി വന്നു. And then I went to change the dress. ഞാൻ തന്നെയാന്ന് പറഞ്ഞു. I told myself. അയ്യോ, ഞാൻ വിചാരിച്ച പാസ്റ്റർ ടി.വി. തോമസിനെ പോലെയുള്ള വണ്ണവും ഏതാ പ്രസംഗത്തിൻ്റെ ശൈലിയിൽ പുള്ളി കേട്ടപ്പോൾ അതിൻ്റെ പിന്നിലുള്ള മനുഷ്യൻ ഏതാണ്ട് വലിയ അജാന മനുഷ്യനാണെന്നാണ്. He imagined the man behind the message as a huge person. അപ്പോൾ അങ്ങനെ നമ്മൾ ചിലപ്പോൾ അജാന മനുഷ്യരൊക്കെ ആകും, പേരും പ്രശസ്തി. He can be a huge or a giant person. മൂന്നാമത്തെ ഘട്ടത്തിൽ ഇതെല്ലാം താത്തു വെക്കണം. The third stage we have to do all these things. മൂന്നാമത്തെ ഘട്ടമാണ് സുഖജീവിതം. The third stage is the good life. അതാണ് യഥാർത്ഥത്തിൽ ആസ്വദിക്കുന്ന ജീവിതം. Really we can enjoy in the third stage. അതിൽ പ്രവേശിക്കണമെങ്കിൽ To enter into ഈ that, പറഞ്ഞ പോലെ ക്യാപ്റ്റിവിറ്റിയിൽ നമ്മൾ വിടുതലയാകണം. you have to get out of the captivity. അപ്പോൾ അവിടെ ഇട്ട് നമ്മളെ ശുദ്ധീകരിക്കണം. You have to sanctify in അങ്ങനെ the കാരിയർ captivity. ഫ്രീക്വൻസി മുഴുവൻ അവിടെ ഒപ്പോസ് ചെയ്തിട്ട് All the carrier frequencies to be വീണ്ടും blocked. ഓഡിയോ മാത്രം, That only the audio. സ്പിരിച്വലി മാത്രം. Only the spiritual things. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്ന കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്ന 9 കൃപാവരങ്ങൾ. That's when Corinthians we read about 9 12 gifts. അധ്യായത്തിന്റെ 8 വാക്യം മുതൽ വായിക്കുമ്പോൾ From 9:8 onwards, അവിടെ 9 കൃപാവരങ്ങളെ പറ്റി പറയുന്നു. 9 gifts of grace we can പക്ഷെ see there. മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ When we come to the third ഈ stage, വരങ്ങളെല്ലാം നമ്മൾ ഫലമായി മാറണം. these gifts has to be changed as fruits. അത് ഫലങ്ങളായിട്ട് മാറണം. It should be changed as fruits. അതാണ് കൊരിന്ത്യർ ലേഖനത്തിന് വായിക്കുന്നത്, നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി. That's why we should not be lacking in a single gift. അത് മൂന്നാമത്തെ സ്റ്റേജ് വരുമ്പോൾ When we come to the third stage, നിങ്ങൾ ഫലം ഇല്ലാത്തവരാകരുത്. you should not be lacking of fruits. നിങ്ങൾ സൽപ്രവർത്തികളിൽ ഫലം കായ്ക്കുന്നവരായി You തീരണം. should fruitful in good works. അതാണ് കൊരിന്ത്യർ ലേഖനം 5 അധ്യായത്തിൽ പറയുന്ന ആത്മാവിന്റെ ഫലമോ. In Corinthians 5 we see the 26 ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, ദ ഫ്രൂട്ട്സ് ഓഫ് ദി സ്പിരിറ്റ്. ഗലാത്യ ലേഖനം 5:22 വാക്യം 22 മലയാളം വായിച്ച്. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം. മനസ്സിലാവുന്ന ഈ കൃപാവരങ്ങളൊന്നും അല്ല വിഷയം. It is not about the fruits. ചിലർ അവരുടെ പോസ്റ്റ് ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കും. They will get the post. പോസ്റ്റ് They will clinging to the post always. പൊസിഷൻ. The position മർക്കടമുഷി എന്ന് പറഞ്ഞ പോലെയാണ്. മർക്കടമുഷി എന്ന് കേട്ടിട്ടില്ലേ? with a fist. മർക്കടമുഷി എന്ന് പറഞ്ഞാൽ കുരങ്ങനെയാണ് മർക്കടം എന്ന് പറയുന്നത്. We say monkey. കുരങ്ങൻ പണ്ട് The monkeys, ഒരു ചെറിയ പാത്രത്തിലോട്ട് കൈയിട്ടു. it put his hand in a small pot. കുട്ടൂടം പോലെ ഒരു കുടത്തിനകത്ത് മീൻ പിടിച്ചതിന് ശേഷം 2 മീൻ അതിനകത്ത് കിടപ്പുണ്ട്. There are some fishes inside that small pot. അല്ലെങ്കിൽ എന്തെങ്കിലും ആഹാര സാധനങ്ങൾ. Some food there. അപ്പോൾ ഈ കുരങ്ങൻ നോക്കിയപ്പോൾ This monkey, when he looked at it, ഇതെടുക്കാൻ വേണ്ടി കൈ അങ്ങോട്ട് ഇടിച്ചിടിച്ച് തള്ളിയാൻ കയറ്റി. to take it, he put his hand inside ഈ the pot സാധനം എടുത്തു. and he took that fish, ഫിഷ് അല്ലെങ്കിൽ ആ സാധനം. that food. അപ്പോൾ കൈ വികസിച്ചു. And now the fish, he made the fist. ഇട്ട് വലിയ That fist he started taking it out. അവൻ വലിച്ചൊരു കൈ പോരുന്നില്ല. Even though they are taking it out, it's not കാരണം coming ഈ out. മുഷ്ടി ചുരുട്ടിയിരിക്കല്ലേ. Because now the fist, അതിനകത്താണ് അവന്റെ നിക്ഷേപം. the treasure is in നീ his അത് കളയടാ. fist. You have to throw it out. കളയാൻ പറഞ്ഞിട്ട് കളഞ്ഞെങ്കിലല്ലേ വിടത്തുള്ളൂ. After throw only you can come ഈ out. മർക്കടമുഷ്ടിയാണ് ചില വേലക്കാർക്കും വിശ്വാസികളും കയറി അവരെ നശിപ്പിക്കുന്നത്. Some people have this monkey fist. അവർ ഏതോ ഒരു കാലത്ത് അല്പ പ്രയോജനപ്പെടും. They are useful in some അവർ time. പിണക്കൊണ്ടായിട്ട് പറയുന്നതല്ല. It's not about hatredness. എനിക്കും ആ സ്വഭാവം ഉണ്ടായിരുന്നു, അതെല്ലാം വിട്ടുകൊണ്ട് ഇപ്പൊ ഫ്രീ ആയി. Now I അതുപോലെ also എന്റെ സഹോദരങ്ങൾ ഫ്രീ ആകാൻ വേണ്ടി അല്ല അവരെ വഴക്ക് പറയല്ലോ കേട്ടോ. My brothers also should അവരെ be free. കുറ്റം പറയല്ല. ഇത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും ബോധം വരുമല്ലോ. I'm not blaming them. ഈ മർക്കടമുഷ്ടി കാണിക്കാതെ The people's monkey fist. അതൊക്കെ വിട്ടുകളഞ്ഞ് ഫ്രീ ആയി കഴിഞ്ഞാൽ സംഗതിയായി. They should be free. ഇതിന്റെ കാരിയർ ഫ്രീക്വൻസി എല്ലാം ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ച് നീ വീണ്ടും ഓഡിയോ ആയി മാറണം. You have to remove all the carrier അപ്പൊ frequency എവിടെങ്കിലും and come വെച്ച് to the നിന്നെ audio. ഡിറ്റക്ട് ചെയ്യും. There will be detecting ചിലപ്പോൾ space. കുമ്മളിലായിരിക്കും, കട്ടപ്പനയായിരിക്കും, മദ്രാസിലായിരിക്കും, Maybe in Kumuli or Kattapara and ഇല്ല Madras, നാട്ടുകാരായിരിക്കും, ജയിലിലായിരിക്കും. or in the jail or in അവിടെ the കൊണ്ട് nation. നിന്റെ സ്വയമെല്ലാം ഉടയണം. Their ego should be completely നീ destroyed. വീണ്ടും ഒന്നുമില്ലാതെ വരണം. You should come with nothingness. അവിടെയാണ് യഥാർത്ഥ ആലയം പണിയപ്പെടുന്നത്. There the exact temple അതാണ് started. സൈന്യത്താലും അല്ല ശക്തിയാലും അല്ല എൻ്റെ ആത്മാവിനാൽ. That's why not my might, not my power, but my spirit. ഇതിൽ വരാത്തതുകൊണ്ടാണ് ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ ഭാഷ, ജാതി, That's why the people are saying myself, my family, my caste and നമ്മുടെ my വിശ്വാസത്തിൽ language. വേലക്കാർക്കും വിശ്വാസികൾക്കും ജാതി പറയേണ്ട ആവശ്യമുണ്ട്. Why the peoples of our faiths telling നമ്മൾ about the വാസ്തവത്തിൽ caste? യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുരോഹിതവർഗവും രാജരീകവർഗവുമായിട്ട് തീർന്നു. We are redeemed by the blood of God as a royal priesthood. എന്നാലും സമയം വരുമ്പോൾ അവന് ജാതി മറന്നു പോകുന്നില്ല. Whenever there is a time, they are not forgetting ചിലർ their caste. ഭാഷാ സ്പിരിറ്റ്,
they have the spirit of language. ഞാൻ ഈ കട്ടപ്പന വന്നപ്പോൾ കണ്ടൊരു കാര്യമാണ്. When I come to Kattapana, I have seen ഇവിടെ മദർമാരെല്ലാം മലയാളികള്, the mothers are Malayalis ബ്രദേഴ്സും സിസ്റ്റേഴ്സും തമിഴര്. and brothers and sisters are Tamil people. അപ്പൊ ഞാൻ നോക്കും തമിഴ് മന്റം തന്നെ ഇവിടെ തുടങ്ങി. I started with the Tamil here മലയാളി സമാജം. and Malayali ഇത് Samaj. ഞാൻ കുറെ പ്രസംഗിച്ച് ഇപ്പൊ കുറെ ആശ്വാസമുണ്ട്. Now after I preaching a lot of times, now it is എന്നാലും correct. ചിലത് പോകുന്നില്ല, ഇപ്പൊ ഉടഞ്ഞോണ്ടിരിക്കുക. Some people having this ഇപ്പൊ spirit. ചിലതിനെ ദൈവം തന്നെ ഉടച്ചോണ്ടിരിക്കുക. Some God is breaking some of the people. എങ്കിലും ഇത് അവസാനിക്കത്തുള്ളൂ. Then it will end. നോക്കണം, പണ്ടിടത്തും പറഞ്ഞ അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാലും അവൻ അവിടെ കിടക്കത്തില്ലെന്ന് പറഞ്ഞ പോലെ. If it put the worm on the bed, it will not stay ദൈവത്തിന്റെ there. വീട്ടിൽ കൊണ്ട് നീ മനോഹരമായ ഉപദേശവും സത്യത്തിൽ കൊടുത്താൽ പോലും In the house of ആ God, പഴയത് മറക്കത്തില്ല. they will not forget the old thing. പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ After a certain period, എവിടെങ്കിലും ഇട്ട് ശുദ്ധീകരിച്ചെടുക്കും, the God will purge them in some place. അല്ലാത്ത പോക്കോളും. Other people will go. അപ്പൊ ആ ശുദ്ധീകരണം നിങ്ങൾക്കും എനിക്ക് ആവശ്യമാണ്. We need that sanctification. ആ ശുദ്ധീകരണമാണ് ഇടുക്കുവാതിൽ. That sanctification is അതാണ് ഈ never ബാബേൽ past. ക്യാപ്റ്റിവിറ്റി എന്ന് പറയുന്നത്. That is the Babylonian captivity. അവിടെ വെച്ച് In there, സ്വയമെല്ലാം ഉടഞ്ഞു. all the ego should be broken. ചിലർ ഗൾഫിൽ പോകത്തില്ല. Some people used to go to Gulf. ഇവിടുന്ന് 50,000 1 ലക്ഷം മുടക്കി പോകും. They spend 50,000 and go to Gulf. അവിടെ ചെന്ന് കിട്ടുന്ന പണി എന്താ? What the work they will get there? ഒരു എംകോംകാരൻ ചെന്നപ്പോൾ When an MCOM person went to അവൻ Gulf, ആദ്യം കിട്ടിയ ജോലി മരുഭൂമിയിൽ കൂടെ വലിയ റോപ്പ്, ഇലക്ട്രിക്കലിന്റെ റോപ്പ് തോളയിൽ വലിച്ചുകൊണ്ട് പോകണം. first job he got in the wilderness to take a rope. തിരിച്ചു വരാനൊക്കത്തില്ല. He cannot come back. രണ്ടാമത് ഈ എംകോംകാരന് കൊടുത്തത് ചുമടാണ്. The second work to this MCOM person was taking the heavy loads. അതോടെ അവന്റെ എല്ലാ പ്രശംസയും തകർന്നു. Then all his boasting has been പക്ഷെ പണി പഠിച്ചു, but he understood the work ജീവിതവും പഠിച്ചു. and he understood the life. അപ്പൊ ചിലരെയൊക്കെ ഇങ്ങനെയിട്ടാണ് പഠിപ്പിക്കുന്നത്. Some people are trained in this way. ചില വീടുകളിൽ യാതൊരു വിധമായ ഗുണമില്ലാത്ത കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും അവിടെ പരിശോധന തുടങ്ങുന്നത്. Some people who are not, you are useless, after the marriage they will get വീട്ടിൽ this. യാതൊരു പണിയും ചെയ്യാതെ They will not do any work in the അമ്മയും house. കളിപ്പിച്ച് ടെലിഫോൺ അടിച്ച് ഇങ്ങനെ കറങ്ങി അടിക്കുന്ന ചില പെണ്ണുങ്ങള് Some girls using telephone and കല്യാണം deceiving കഴിഞ്ഞ് the mother. അമ്മായിയമ്മയുടെ കൈ കിട്ടുമ്പോഴാണ് അവരുടെ പ്രവാസം തുടങ്ങുന്നത്. After the marriage, when they go to the mother-in-law, they will get the ഉടനെ training. ഡിവോഴ്സിങ്ങിന് പോരുത്. They will not go to the divorce. അവിടെ തെളിഞ്ഞു വരണം. They have to enlighten. സുവിശേഷ വിലക്കാരും പിടികൊടുക്കാതെ ഇങ്ങനെ സോപ്പിട്ട് സെൻട്രൽ പാർഷ സോപ്പിട്ട് അമ്മച്ചിയെ സോപ്പിട്ട് ഇങ്ങനെ പരുവത്തിക്കുന്ന വിലക്കാരുണ്ട്. The workers also buttering up the center pastor. അവർ കറങ്ങി 22 വർഷത്തിന് ശേഷം ജോസഫിന് മുമ്പിൽ പോയി സഹോദരന്മാർ വീണതുപോലെ Round about after 20 years, 22 വർഷന്മാർ പറഞ്ഞു നടന്നെന്താ? 20 years, what they have told, ഞങ്ങൾ പരമാർത്ഥികൾ, we are innocent. ഒരപ്പന്റെ മക്കൾ, We are the sons of the same father. ഒരുത്തനില്ല. There one is no more. ഇതാരും വിശ്വസിച്ചു. Everybody believed that. അവർക്കുള്ള നട്ടമുണ്ട്. Oh, is there any loss? ഇവർ പറഞ്ഞ് ശരിയാന്ന് വിചാരിച്ചു. They thought whatever they told is correct. 22 വർഷം കഴിഞ്ഞപ്പോൾ After 20 years, ഇതാ മിസ്രൈം ചെന്ന് ജോസഫിന് മുമ്പിൽ ചെന്ന് ഈ കോർസ് പറഞ്ഞതാണ്. they went to Egypt and in front of Joseph they told the same chorus. എത്ര തന്റെ അടുത്തോടെ പറയുന്നത്? They were the very bold. ഞങ്ങൾ ഒരപ്പന്റെ മക്കൾ, We are sons of the same father. ഒരുത്തനിപ്പ ഇല്ല. Now one is no more. ആരോടാ? To whom? അപ്പൊ ഇവന്മാരുടെ കള്ളം മാറിയിട്ടില്ലെന്ന് മനസ്സിലായി. Now their guile, ഇവന്റെ their ഒന്നും lie is ഉടായ്പ not. മാറിയില്ലെന്ന് ജോസഫിന് പിടികിട്ടി. Joseph understood they still ശരി, lying. കുഴപ്പമില്ല, പരമാർത്ഥത്തിലായിക്കോട്ടെ, Oh, let them be innocent. ഞാനൊന്ന് പരിശോധിക്കട്ടെ, I will try you. നിങ്ങളൊന്ന് പരീക്ഷിക്കും. I will test you. പരീക്ഷ തുടങ്ങിയപ്പോഴാണ് ആകെ അസ്വസ്ഥരായി. When the trial started, they പക്ഷേ ഈ became പരീക്ഷയ്ക്ക് ഒരു discomfort. ഗുണമുണ്ട്. So there is a benefit for this test. ഇതെങ്ങനെ പരീക്ഷിച്ചത്? How they had tested. യോസേഫ് അവരുടെ ചാക്കിൽ അവരുടെ ദ്രവ്യം തന്നെ ഇട്ട് കൊടുത്തു. Joseph put their treasure in their own അവർ container. പരമാർത്ഥികളാണ് എന്ന് പറഞ്ഞാനേ. When they are innocents, what they will say? ഇപ്പൊ നിങ്ങളുടെ ബോക്സിനകത്ത് In your box, ടീച്ചർ കൊണ്ട് ഒരു ചോക്ലേറ്റ് ഇട്ടാൽ if the teacher put a chocolate inside, കൊച്ചു പിള്ളേരെന്ത് പറയും? what the small children will say? ഓ, ചോക്ലേറ്റ് കിട്ടി, ചോക്ലേറ്റ് കിട്ടി. Small children used to say, I got a chocolate. എന്നാൽ But പഠിപ്പിക്കുന്ന സാറ് കൊണ്ട് ഒരു മുതിർന്ന അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ 10ാം ക്ലാസ് പഠിക്കുന്നവന്റെ ബോക്സിനകത്ത് കൊണ്ട് ഇടുന്നെങ്കിൽ if a teacher put this chocolate in a mature person, in a 10th standard student, എന്തോ ഉദ്ദേശമുണ്ട്? why he has got a ഇത് purpose? സാറിന് എന്തോ എന്നെ ഒന്ന് ട്രാപ്പിലാക്കാൻ വേണ്ടിയായിരിക്കും. And the sir trying to make me in a trap. അപ്പൊ കുഞ്ഞുങ്ങളുടെ മനസ്സും മറ്റേ മനസ്സും അതാണ്. The mind of the children. ഈ and the പെന്തക്കോസ്ത് elder is വന്ന് different. When it comes to വിശ്വാസികളും the വേലക്കാരും Pentecostal, വേണ്ടാത്തെല്ലാം തലയെ കയറ്റി മനസ്സ് വേണ്ടാത്ത സങ്കല്പങ്ങളിലേക്ക് പോകും. the mind goes to unwanted things. യഥാർത്ഥ ക്രിസ്തുവിനെയോ സ്വർഗത്തെയോ വിട്ടിട്ട് They leave the real ഇവിടുത്തെ Christianity. മതത്തിന്റെ പിന്നാലെ ഈ വേലക്കാർ ചിലരും വിശ്വാസികൾക്ക് പോകും. They'll go behind the religion. ഇവരെ ശുദ്ധീകരിച്ചില്ല, ഇവർ നരകത്തിലേ പോകത്തുള്ളൂ. If we are not sanctifying, then they will go to the hell. കാരണം എന്താ? What is the reason? ഈ ജോസഫ് ഉയർത്തപ്പെട്ടു. The Joseph is exalted. അവന്റെ പരീക്ഷയെല്ലാം കഴിഞ്ഞ് അവൻ ഉയർത്തപ്പെട്ടു. His trials is finished and he got exalted. പക്ഷെ അവന്റെ കൂടെ ഇവർ വാഴണമെങ്കിൽ To live with him, ഇവരും അതേ പരീക്ഷ കൂടെ പോകണം. they also need to undergo these trials. ഭരണാധികാരിയായിട്ടല്ല, Not as a governor, ഭരണാധികാരിയുടെ സഹോദരങ്ങളായിട്ട്. but the brothers of the governor. അതുകൊണ്ടാണ് കർത്താവിന്റെ എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ That's why you read in Hebrews 2:10 വായിക്കുമ്പോൾ 2:10 സകലത്തിന്റെയും ലാക്കും
So everybody's സകലത്തിന്റെ കാരണഭൂതനായവൻ the source of everyone. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ To bring many peoples into glory, തന്റെ രക്ഷാനായകനെ കഷ്ടങ്ങളിൽ കൂടി പോകേണ്ടത് യുക്തമായിരുന്നു. to captain of his salvation has to be under suffering. റീഡ് ഇൻ ഇംഗ്ലീഷ്. For it became him for whom are all things, and by whom are all things, in bringing many sons unto glory, to make the captain of their salvation perfect through sufferings. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തേണ്ട രക്ഷാനായകനെ ആദ്യം അഭ്യസനത്തിൽ കൊണ്ട് നടത്തി. First, the captain of salvation has to be in a training. രണ്ടാമത് പുത്രന്മാർ വന്നു. Second, the sons came. ഇപ്പൊ ഇവനറിയാം ഈ പരീക്ഷ തികഞ്ഞ ഒരു അധ്യാപകനെ A person who finished the training and became ഇവനെ ഈ teacher, പരീക്ഷ കൂടെ നടത്തിയാലും ഒന്നും ആകത്തില്ലെന്നറിയാം. even though he put them പക്ഷെ into അവർക്ക് trials, അനുഭവം ഇല്ലാത്തതുകൊണ്ട് because they don't have the അവർക്ക് experience, ആകെ അസ്വസ്ഥരായി. they are discomfort. ചാക്കിനകത്ത് തിരികെ വിട്ടു. Now they put the treasure in the container. യവന്മാര് പരമാർത്ഥികളല്ലാത്തതുകൊണ്ട് ഉടനെ വിക്കറ്റ് മനസ്സായതുകൊണ്ട് എടാ ഇത് നമ്മളെ കൊടുക്കാൻ വേണ്ടിയിട്ടതാ. He wanted to trap us, ഇല്ലേ, കൊടുക്കാൻ വേണ്ടിയിട്ടതാ. to trap us. ഞാനൊരിക്കല് Once, ഒരു സെൻട്രൽ മദറാ. one center mother, ഞാൻ ആ സെൻറ്ററിൽ ചെല്ലുമ്പോഴല്ല അവനെനിക്ക് എന്തെങ്കിലും കാണിച്ചു തരും. when I used to go to the center faith, he used to give പക്ഷെ some ഞങ്ങൾ offering. തമ്മിൽ മനസ്സുകൊണ്ട് ഇച്ചിരി ടഗ് ഓഫ് ആണ്. We a little bit uncomfort in the എൻ്റെ mind, ഈ പ്രസംഗമാണ് പ്രശ്നം. എൻ്റെ പ്രസംഗം ഞാൻ ചെയ്യുമ്പോൾ അവർക്കത് ചിലപ്പോൾ പിടിക്കത്തില്ല. because when I speak in my message, she don't like. കാരണം ഇതുപോലല്ലേ, Like this, my message is like this, മത്തായി സാറിൻ്റെ വടി പോലെ കറക്കുന്നത്. like a rod of Matthias, sir. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഞാനങ്ങ് പറയും. Whatever comes with the spirit of God, I അപ്പൊ will അത് say. നന്നായിട്ട് എടുത്താങ്കിൽ നല്ലത് തന്നെ. If you take it in a good manner, that's good. എന്നാലും അവരെ കാണിക്കൊക്കെ തരും കേട്ടോ. But she used to give എനിക്ക് me ഇഷ്ടമാണ്. offering. പക്ഷെ എൻ്റെ പ്രസംഗം മാത്രം ചില സമയത്ത് അവർക്ക് പ്രയാസം. In some of the time, my message she feel അപ്പൊ discomfort. പല പ്രാവശ്യം കാണിക്കുന്നപ്പോഴേ After some times, ഞാൻ വിചാരിച്ചു I thought, എടാ എന്നും വാങ്ങിച്ച ശരിയാകത്തില്ലല്ലോ. every time I am getting, it's not good. ആ മദർ അങ്ങനെ അവരങ്ങനെ ആരുടെയും വാങ്ങിക്കത്തുമില്ല. As she don't used to get. വിലക്കാർ കൊടുത്ത് വാങ്ങിക്കത്തുമില്ല. If the workers give, she will not ഞാനൊരു receive. 5000 രൂപ കവറിനകത്ത് ഇട്ട് കൊടുത്തു. I put 5,000 in a cover I given her. ഇവർ പൊട്ടിച്ചിട്ട് After she opened it, ഞാൻ തിരിച്ചു വരുമ്പോഴേ when I come back, അവിടുന്ന് പോരുന്നതിന് മുമ്പേ before I come back, അവിടുത്തെ അസിസ്റ്റന്റ് പാസ്റ്റർ എനിക്ക് 5000 രൂപ തന്നു. the assistant pastor in that center gave me 5,000 rupees. ഞാൻ വിചാരിച്ചു ഇതെന്തുവാടാ. I thought, what is happening? പുള്ളിക്കാരൻ പിന്നെ അറിയാതെ പറഞ്ഞു പോയി ഇത് സെൻട്രൽ മദർ തരാൻ തന്നാന്ന് പറഞ്ഞു. Unknowingly, he told the center mother given me to give you. അപ്പൊ പുള്ളി നന്നായിട്ട് ആദ്യം തന്നെ. First he given as he is giving. അപ്പൊ പുള്ളിയുടെ മനസ്സാക്ഷി കുത്തി 5000 രൂപയുടെ പുള്ളിയുടെ പേര് തന്നു. Then he got the pricking in his conscience and he told he given 500 also. അപ്പൊ പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ After that, when I ഇത് inquired, ചെറിയ കുഞ്ഞ് എന്തോ ഉദ്ദേശത്തിനാണ് എന്നെ ഈ 5000 രൂപ ഏൽപ്പിച്ചത്. This ആ person has ചിന്ത given me- ഞാനൊന്നുമല്ല പാവം അമ്മച്ചി എനിക്ക് തന്നോണ്ടിരിക്കുക അതുകൊണ്ട് ഇരിക്കട്ടെന്ന് കൊടുത്തതാ. I just അപ്പൊ given him a clear ഇതുപോലുള്ള mind. കറക്കൻ ചിന്തകളാണ് പലപ്പോഴും നമ്മുടെ അബദ്ധത്തിൽ. This kind of thinking used to come. അതുകൊണ്ടാണ് ഊഹാപോഹങ്ങൾ, സംശയങ്ങൾ, തെറ്റിദ്ധാരണകൾ, മുൻവിധികൾ ഇതെല്ലാമാണ് മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്. That's why this doubts and prejudice makes the man into problem. ഇതും എല്ലാം ഒരു ഫ്രീക്വൻസിയാണ്. This is a frequency. ഇതെല്ലാം പോകണം. All should be removed. ഇപ്പൊ യോസേഫിന്റെ സഹോദരന്മാര് The brothers of Joseph, ചാക്കിനകത്ത് തിരുവി ഇട്ട് കൊടുത്തേ ഉള്ളൂ. they got this treasure in the container. ഇത് നമ്മളെ കൊടുക്കാനാട്ടോ. They are going- he is going to കുടുക്ക് trap us. മനസ്സുള്ളവൻ എന്ത് നല്ലത് കണ്ടാലും ആദ്യം അങ്ങനെ തിരിയത്തില്ല. The person with a narrow mind, whatever the good things they നെഗറ്റീവ് see, മൈൻഡിൽ ചിന്തിച്ച് പരിചയിക്കുന്നവര് നല്ല കാര്യം കണ്ടാലും നെഗറ്റീവായിട്ട് എടുത്തു. if you think in negative mind, then whatever the good thing happens, you will take it negatively. നന്നായി പോകുന്ന മനുഷ്യരെ കാണുമ്പോഴൊക്കെ കള്ളം പോവാ നോക്കി. Even the good person they see, അവനല്ല കള്ളൻ, നീയാ കള്ളൻ. he is not എന്റെ a thief, you are മനസ്സിലിരിക്കുന്ന the one thief. കള്ളത്തരമാണ് അവനെ കള്ളൻ എന്ന് വിളിക്കുന്നത്. This your mind is saying so. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? After that, what happened? പാത്രം ബെന്യാമിന്റെ ഇതിലിട്ടു. They put it in the Benjamin's packet. അപ്പൊ അവർ പറഞ്ഞെന്താ? What they told? നമ്മുടെ അകൃത്യത്തെ നമ്മൾ കണ്ടെത്തി. We found our iniquity. നമ്മുടെ സഹോദരനായ ജോസഫിനോട് ചെയ്ത അന്യായത്തിന്റെ റിയാക്ഷൻ ആണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. This is the reaction what we have done to our ഇത് brother. ദൈവം നമ്മുടെ അകൃത്യം കണ്ടെത്തി. The God found our iniquity. ഇവിടെയാണ് അവരുടെ ശുദ്ധീകരണം. Here the sanctification starts. മാസം തോറും തിരുവത്താഴം എടുത്തിട്ട് ശുദ്ധീകരണം നടക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. It's not about taking Holy Communion every കാരണം month. വർഷം എത്രയായി നമ്മൾ ഇത് തിരുവത്താഴം എടുക്കാൻ തുടങ്ങി. How many years we are taking ഇതിപ്പോ Holy രക്ഷപ്പെടൽ Communion? പോലാണ്. ഏതാ It is like a 2 ദിവസം പോയി കുമ്പസാരിച്ച് ഡേറ്റ് പറഞ്ഞ് കഴിയുമ്പോൾ കുർബാന കൈക്കൊള്ളുമ്പോൾ വിടുതൽ കിട്ടിയെന്ന് കത്തോലിക്കരുടെ ഒരു ഫോം അല്ല നമ്മുടെ വരേണ്ടത്. After 2 days after repentance, again we do the same thing. ഇല്ലെങ്കിൽ മാസയോഗത്തിന് ആളെ കാണാൻ വേണ്ടിയുള്ള തിരുവത്താഴം വെക്കേണ്ടത്. It is something മാസയോഗത്തിന് like ആളെ കാണാൻ വേണ്ടി തിരുവത്താഴം വെക്കാന്ന് ഒരാൾ പറയുന്നത് കേട്ടോ. ഇതാണ് to show the people. ഇത് ആളെ കാണാൻ വേണ്ടിയല്ലേ തിരുവത്താഴം. It is not for to show the people. ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. ഇങ്ങനെ തലതിരിഞ്ഞ് പോകാൻ It's a remembrance of me. You have to do this. മിഷൻ ഇങ്ങനെ പലതിനും തലതിരിഞ്ഞ് പോകും. അവസരത്തിനൊത്തോളം ദൈവത്തിന്റെ പദ്ധതി The മാറ്റിക്കൊണ്ടിരിക്കും. Pentecostal mission is changing the plan of God. അങ്ങനല്ലേ? തിരുവത്താഴം എന്തിനാ? എന്റെ ഓർമ്മയ്ക്കായി. പക്ഷെ കർത്താവ് തിരുവത്താഴം എടുക്കത്തുമില്ല. അതാ രസം. God will not take ഈ the പറഞ്ഞ കർത്താവ് തിരുവത്താഴം എടുക്കണമെങ്കിൽ തിരിച്ച് ആ ഭൂമി ഒന്നും എടുക്കത്തുള്ളതാണ്. The Lord will not say. We അപ്പൊ are നമ്മൾ ഓർമ്മയ്ക്കായി ചെയ്യണം.
It's for his remembrance. അല്ലാതെ ആളെ കൂട്ടാനും ആളെ കാണാനും മാസയോഗത്തിനൊന്നുമല്ല. It's not for showing the people. ആളെ കാണണമെങ്കിൽ കാർ എടുത്തുകൊണ്ട് പോകണം, ഓരോ സഭ വിസിറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കണം. അല്ല എന്തുവാ, If you want to see the people, you have to go the locals. ഞാൻ ഗൗരവത്തോടെ പറയല്ല. I'm just saying, അല്ല, മറുവശം കൂടെ പറയണ്ടേ. I have to say the other side also. ഇല്ലെങ്കിൽ ഇതങ്ങ് വേറൊരു ഉപദേശമായിട്ട് മാറും. Otherwise, it will be another ഇനി ആളെ കാണാൻ വേണ്ടി തിരുവത്താഴം വെക്കുക. keeping Holy Communion to see the people. നിങ്ങൾ പറയും, ഇത് കേൾക്കുന്ന ആകെ എന്നോട് സന്തോഷം വരുമോ? Will you be happy? ഞങ്ങൾ ഇതിനെ നേരിടാൻ റെഡിയായിട്ടല്ല നിൽക്കുന്നത്. I am ready to face. ദൈവത്തിന് സ്തോത്രം. Praise be to God. അപ്പൊ ആവശ്യമില്ലാത്ത തെറ്റായിട്ട് വളച്ചു പോകരുത്. These unnecessary things. കർത്താവ് പറഞ്ഞതിന് ഇടം വലം മാറ്റരുത്. Jesus, അത് അങ്ങനെ തന്നെ പറയണം, പ്രത്യേകിച്ച് നടത്തിപ്പുകാര്. you should say correctly. അപ്പൊ യവന്മാരെ 22 വർഷത്തിന് ശേഷമാണ് ശുദ്ധീകരിക്കുന്നത്. After 20 years. ഇതുപോലെയാണ് ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാരെ ചിലപ്പോൾ 30 വർഷത്തിന് ശേഷമായിരിക്കും കൊണ്ടിടുക്കുവാതിലിടുന്നത്. Some pastors goes to the narrow path after 30 years. ഇല്ലെങ്കിൽ ആ സമയത്തായിരിക്കും ഏതെങ്കിലും അടുത്ത് മാറ്റം കിട്ടി അവിടെ ശുദ്ധീകരണം നടക്കുന്നത്. At that time you used to get a transfer അപ്പോൾ and അവർക്ക് get sanctification. താങ്ങാനൊക്കത്തില്ല. Then we cannot bear. അവിടെ ഉള്ളം വിറയ്ക്കും. Then our heart എനിക്ക് മാറ്റം വേണം ഇത് മാറിയേ ഒക്കത്തുള്ളൂ. I want കാരണം transfer. നിന്റെ പ്ലാൻ ശരിയല്ല, നീ ജീവിച്ചത് ശരിയല്ല. Your plan is not correct. ദൈവം നിന്നെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചിട്ടും നീ രക്ഷപ്പെട്ടു പോകുന്നതിന് കാരണം The God tried to നീ cleanse തന്നെ you. നിനക്ക് നാശം ഉണ്ടാക്കിയാണ്. You are destroying yourself. നീ ദൈവത്തിൽ ആശ്രയിച്ച് പിടിച്ചു നിൽക്കേ. You should trust God. ദൈവം അറിയാതിരിക്കുന്നത് സംഭവിക്കുന്നില്ല. Nothing will happen to me. അതാണ് വിശ്വാസം. That is faith. ആ ശുദ്ധീകരണം കഴിയുമ്പോൾ After that sanctification, പോലെ വെളിയിൽ വരും. you will come out as a pure അതുകൊണ്ടാണ് gold. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ That's why in Malachi 3rd അവർ chapter, ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ he ശുദ്ധീകരിക്കും. sits as a refiner and purging ആ the sons of ശുദ്ധീകരിച്ച് Levi. After the വെള്ളി sanctification, പോലെയും പൊന്നു പോലെയും വെളിയിൽ വരും. you will come out as silver and gold. ഈ വെള്ളിയും പൊന്നും കൊണ്ടാണ് 3-ാമത്തെ ആലയം പണിയേണ്ടത്. With this silver and gold, the third temple has to be built. ഹഗായിലെ സക്കറിയിലെ വായിക്കുന്നില്ലേ, പൊന്നു എനിക്കുള്ളത്, വെള്ളി എനിക്കുള്ളത്. The gold is mine, the silver is mine. 2:7 വായിച്ച്. ഹഗായി 2:7. വെള്ളി എനിക്കുള്ളത്, വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. 2:8. 2:8. The silver is mine and the gold is mine, said the Lord of hosts. ദാവീദ് പണിതത്, What David constructed, ജാതികളെ പോയി കൊള്ളയിട്ടുകൊണ്ട് വന്ന സ്വർണ്ണവും വെള്ളി കൊണ്ടാണ് പണിത്. with the silver and gold he stolen from the nations. അത് ദൈവത്തിന് പ്രസാദമല്ല, അത് മെറ്റീരിയലാണ്. It is just a material. God didn't അതുകൊണ്ടാണ് like it. ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് മാന്തിക്കൊണ്ട് പോകാൻ പറഞ്ഞത്. That's why they handed over to the enemies. അങ്ങനെയാണ് യെരുശലേം ദേവാലയം, That's why the temple of Jerusalem, ശലോമോന്റെ ദേവാലയവും the temple of Solomon, ഈ ഹെരോദാവിന്റെ ദേവാലയവും the temple of Herod, ശത്രുക്കൾക്ക് വിട്ടുകൊടുത്ത്. handed over to അത് enemies. അവരുടെ പ്രോപ്പർട്ടിയാണ്. Their property. ഇതുപോലെ Likewise, മാനുഷികവും പ്രാകൃതവും പൈശാചികമായ കാര്യങ്ങൾ നമ്മൾ ഇരിക്കുന്നെങ്കിൽ the human and devilish nature in we are, കർത്താവിന്റെ സ്വന്തമായി തീരുന്നതിന് മുമ്പ് നമ്മളെ പൊളിക്കാൻ ദൈവം ഏൽപ്പിച്ചു കൊടുക്കും. God will hand over for the destruction. അതിനെന്ത് ചെയ്യും? For that മഴുവൻ ചുറ്റുകയും with the hammer ആ ആലയത്തെ പൊളിക്കാൻ, യെരുശലേം ദേവാലയം പൊളിക്കാൻ, to break that Jerusalem അത് temple. പണിയുമ്പോൾ മഴുവൻ ചുറ്റി ആവശ്യമില്ലായിരുന്നു. For construction there is no need of axe and the hammer. 74 അതിന്റെ ആലയത്തിന്റെ ഭംഗി അവർ തകർത്തു, മഴുവൻ ചുറ്റിക്കൊണ്ട് അതിന് ഉടച്ചു കളഞ്ഞൊരു വാക്യമില്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ്? For what? അത് പണിയുമ്പോൾ വെട്ടുകുഴിയിൽ വെച്ച് കുറവ് തീർത്തുകൊണ്ട് For the construction they made in the workshop. അവിടെ ശബ്ദമൊന്നും ഇല്ലായിരുന്നു. There is no need of പക്ഷെ sound. പൊളിപ്പിക്കുമ്പോൾ ശബ്ദമുണ്ട്. But destruction there is sound. അപ്പൊ ശരിയായ ഈ വ്യവസ്ഥയില്ലാതെ പൊളിക്കുന്ന സമയത്ത് ചില ശബ്ദമൊക്കെ ഉണ്ടാകും. If you are moving unlawfully while destruction, there will be a noise. വിശ്വാസപ്പെട്ട് ശബ്ദം ഉണ്ടാകും. There will be a noise in the faith home. കാരണം അവരെല്ലാം ഒന്നായി ജീവിക്കുക. Because people are living ഞങ്ങളൊന്ന് together. ഞങ്ങളുടെ ഭാഷ ഒന്ന്, We have a language. ഞങ്ങളിങ്ങനെ ഐക്യതയോടെ ജീവിക്കുകയാണ്. We are living in unity. ഞങ്ങൾ ദേശക്കാരൊക്കെ ഒന്ന്, സമാജക്കാരൊന്ന്, മണ്ട ഒന്ന്, ഇങ്ങനെ പോകുന്ന ആൾക്കാരെയൊക്കെ അവസാനം തമ്പുരാൻ ഉടച്ച് ദൂരക്കളയും. We are all together. God will break. തമിഴ് മനുഷ്യമായാലും മലയാളി സമാജമായാലും ശരി, ഇതൊന്നും ഈ വേല ചെലവാകത്തില്ല മക്കളെ. ഇത് സംഗതി വേറെയാണ്. ഇതിങ്ങനെ വയ്ക്കും. നമ്മൾ യൂണിയനാണ്, We are as a same union. നമ്മളൊക്കെ കുടുംബം ഒന്നിരിക്കണം. We should be united. ഒരു മലയാളി സമാജത്തെ കാണുമ്പോൾ മലയാളി സമാജത്തിന് വലിയ സന്തോഷം വരും. And Malayali Samaj people will happy seeing a തമിഴ് Malayali. മണ്ഡലത്തിൽപ്പെട്ട ആളെ വരുമ്പോ നമ്മളെല്ലാം ഒന്ന് തന്നെ. Tamil Banta people should be happy to see a Tamil ആ person. കാഴ്ചപ്പാട് ഒരു വിശ്വാസിക്ക് ഇരുന്നാൽ മോനെ ഇത് അവസാനം അപകടമാണ്. That kind of vision, if you പൊളിച്ചടിക്ക് കൈ have, കൊടുക്കുന്ന തമ്പുരാന്റെ മാർഗം. it is in danger. God will break it. ദൈവമക്കൾക്ക് ഇതൊന്നും ഇരിക്കരുതാണ് കേട്ടോ. വാക്യം കണ്ടോ? The children of God should not have this. 1 രാജാക്കന്മാർ 6:7. വൈര് വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധങ്ങളും ഒച്ച ആലയത്തിന്റെ തിങ്കൽ കേൾപ്പാനില്ല. നോക്കണം, അത് പണിയുന്ന വാക്യം വായിച്ചേ. And the house, when it was building, was built of stone, made ready before it was brought thither, so that there was neither hammer
nor axe, nor any tool of iron heard in the അതിന്റെ house. ആവശ്യമില്ല, കാരണം അത് ആത്മാവിൽ പണിയേണ്ടതാണ്. It is built in the spirit. ഫസ്റ്റ് രാജ 1 Kings 6:7. 1 Kings 6 7. 6 7. 7. എന്നാൽ But അതേ ആലയം നോക്കണം പൊളിക്കുന്ന സമയം. when the same temple അതെ, was സങ്കീർത്തനം broken, was destroyed, 74:4 വായിച്ചേ. നോക്കണം, ഇതാ അവർ മഴുകൊണ്ടും ചുറ്റികൊണ്ടും. with axe and hammer. വായിച്ചേ. 74:4 വായിച്ചേ ഇംഗ്ലീഷ്. Thine enemies roar in the midst of thy congregation. But now they break down the carved work thereof at once with axes and hammers. നോക്കണം, ആക്സിസ് ആൻഡ് ഹാമേഴ്സ്. ആ മഴുവും ചുറ്റികൊണ്ട് അതിനെ പൊളിച്ചു കളയാൻ. They broken with axes and hammers. ചില സമയങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ 84 In 84, വലിയൊരു ശുദ്ധീകരണ സമയമായിരുന്നു. there was a big sanctification കോട്ടയത്തെ ഈ period. പറഞ്ഞ പോലെ പാസ്റ്റർ KCFന്റെ കാലത്തിൽ മഴുവും ചുറ്റി ഉപയോഗിച്ച് തന്നെ പൊളിക്കുകയായിരുന്നു. In Kottayam, during the time of KC Varghese കാരണം pastor, ദൈവത്തിന്റെ വചനത്തിന് പര്യായമായിട്ട് അത് കാണുന്നുണ്ട്. they are seeing as a word of God. ദൈവത്തിന്റെ വചനം ചുറ്റിയ പോലെ, The word of God is like a hammer, മഴു പോലെ, like an axe, ബുൾഡോസർ പോലെ. like a bulldozer. ചില സമയത്ത് സഭ അത് ഉപയോഗിക്കണം. Sometimes the church will use it. എനിക്കറിയാം, കുമളി തന്നെ In Kumuli also, ദൈവം എന്നെ അയച്ചതിന് ശേഷം when I come here, ആരംഭഘട്ടത്തിൽ യുദ്ധമല്ലായിരുന്നു. I was started fighting with the people ഓരോ here. സഭായത്തിനും മഴുവും ചുറ്റിയൊക്കെ ഉപയോഗിക്കത്തില്ലേ? In every Sunday service, I used to use the hammer and axe. നിങ്ങൾക്കറിയാമല്ലോ. You knew that. സഭായം കഴിഞ്ഞ് ആനന്ദവും സന്തോഷം കൊണ്ട് ഒരാൾ പോകുമ്പോൾ When after the service, some people go with happiness and വേറെ ചിലർക്ക് gladness. കാട്ടുപന്നിക്ക് വെടി കൊണ്ട പോലെയല്ല സഭായം കഴിഞ്ഞ് പോകുന്നു. കാറി കൊണ്ട് പോവാം. People go with sadness. ഒരാൾ ഞങ്ങളുടെ ഒരു സഹോദരി ഇവിടുന്ന് സഭായം കഴിഞ്ഞ് വചനം കയറി കൊണ്ടപ്പോൾ One person got pricked by the word of God. ഫെയ്ത്ത് പോയി പിന്നെ മൂന്നാഴ്ച മീറ്റിങ്ങിനെ ഇല്ല. ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാന്ന് He പറഞ്ഞു. didn't come to the faith home for 3 weeks. പിന്നെ അതിനെ ഒന്നോടെ കൊണ്ടുവന്നു. And again I brought her കാരണം ഇവരിപ്പം വേറെ രീതിയിൽ വളർന്നു പോവുകയാണ്. because they are growing in another way. അവരുടെ സ്വയത്തിലും തന്ത്രത്തിലും സൂത്രത്തിലും തട്ടിപ്പിലും ഒക്കെ വളർന്നു പോകുന്ന വേലക്കാർ In their selfishness and their deceiveness, അവർ they are growing. നശിക്കാതിരിക്കാൻ ഒരു സമയത്തിൽ ദൈവം എന്ത് ചെയ്യും? മഴുവും ചുറ്റി ഉപയോഗിച്ച് ഇതിനെ തകർക്കാൻ To അനുവദിക്കും. prevent destruction, God uses അത് hammers and axe. തകർത്തെങ്കിലേ അടുത്താലയം പണിയാനൊക്കെ തോന്നും. After destruction only they can മനസ്സിലായോ? build a ഇനി new ഇനി temple. സൂക്ഷിച്ചോണം ഈ കാര്യമൊക്കെ. You should be careful about ഒന്നിത് this. പണിയുമ്പോൾ മഴുവും ചുറ്റി ആവശ്യമില്ലായിരുന്നു. While building, there is no need of പക്ഷെ this axe, വ്യവസ്ഥയില്ലാത്ത പൊളിക്കാൻ ഇത് ആവശ്യമാണ്. but the destruction has to be happened. ഇതാണ് സഭയിൽ നടക്കുന്നത്. This is what happened in the അത് church. കഴിയുമ്പോഴാണ് After that, ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം the later glory of this house മുമ്പിലത്തേതിലും വലുതായിരിക്കും. greater than the former one. എന്താ കാരണം? What is the reason? ഇത് ആക്ഷികമായ പൊന്നും വെള്ളിയല്ല. This is not a literal gold and ഇവിടെ silver. നമ്മൾ വായിക്കുമ്പോൾ Here we read, വെള്ളി എനിക്കുള്ളതാ പൊന്നെനിക്കുള്ളതാ. the gold is mine, silver is എപ്പോഴാണ് mine. ഈ വെള്ളിയും പൊന്നും ആകുന്നത്? When it became gold and silver, മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ Malachi 3rd chapter, അവിടെ നമ്മൾ വായിക്കുമ്പോൾ we read here, ഒരു ദൈവപൈതലിനെ a child ഈ of God, വിധത്തിൽ ഡിറ്റക്ട് ചെയ്ത് അല്ലെങ്കിൽ ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ after purging him, അവന്റെ കീടമെല്ലാം പോകും. all his filthiness സ്വർണം will go. ശുദ്ധീകരിക്കുന്ന പോലെ Like purging the gold. ആത്മാക്കളെ ശുദ്ധീകരിക്കുന്ന വിഷയമാണ് ഈ പറഞ്ഞ ഹഗായിലും സക്കറിയ യോബിലും സോറി മലാഖിയിലും. In Malachi and Haggai, it says about the നിങ്ങളും ഞാനുമാണ് sanctification. ദൈവത്തിന്റെ മാനവും മഹത്വവും. We are the temple of the God. നാമാണ് ദൈവത്തിന്റെ മഹത്വം. We are the glory of the God. 2 Thessaloniക്കർ 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ വായിക്കണ്ട, 2 Thessalonians 2 and ഞങ്ങളുടെ 14. സുവിശേഷത്തിനാലല്ലോ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കേണ്ടത്. By our gospel, you are getting the glory of അങ്ങനെ ഈ God. സുവിശേഷത്തിന് പണിയുണ്ട്, ശുദ്ധീകരണമുണ്ട്. For this gospel, there is a construction and a destruction. അങ്ങനെ ശുദ്ധീകരണം കഴിയുമ്പോൾ After the sanctification, ലേവി പുത്രന്മാർ പൊന്നുപോലെയും വെള്ളിപോലെയും വെളിയിൽ the വരും. sons of Levi will come വായിച്ചേ, out as gold and മലാഖി silver. 3-ാം വാക്യം വായിച്ചേ. And he shall sit as a refiner റിഫൈനർ നോക്കണം, റിഫൈനർ. and a purifier of അപ്പൊ silver. നമ്മളെ റിഫൈൻ ചെയ്യാൻ വിട്ടുകൊടുക്കണം. We had to give ourselves to refine. ജോസഫിന്റെ സഹോദരന്മാരെ റിഫൈൻ ചെയ്തുകൊണ്ടാണ് അവർ ജോസഫിന്റെ പൗരന്മാരായിട്ട് അവിടെ വാഴാൻ കഴിഞ്ഞത്. After this refining only, they became to be with Joseph. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? Otherwise, what happens? അവിടെ പോയി തിരുട്ടുപണി കാണിക്കും. They will do some mistakes there. പണ്ട് നമ്മുടെ ഒരു സുവിശേഷ വേലക്കാരി One of the worker old time, ലോകത്തിലെ ഇച്ചിരി അഭ്യാസം കഴിഞ്ഞ് വന്നാ they shown some ഇവിടെ sort വന്ന് of, ചില അഭ്യാസമൊക്കെ ഉണ്ടായിരുന്നു. they started some kind of ഒരു activity. സൂപ്പർ മാർക്കറ്റിൽ കയറി. She went to a supermarket. അവർ നോക്കും ആരുമില്ല. Nobody was there. ചുറ്റും നോക്കി ആരെയും കണ്ടില്ല. She looked around, nobody was there. അവർക്ക് ആവശ്യമുള്ള 1-2 സാധനം എടുത്ത് ബാഗിനകത്ത് ഇട്ടിട്ടു. She took some of the things and put her in her bag. ആരും കണ്ടില്ല. Nobody has seen it. ക്യാഷിൽ വന്നപ്പോൾ When did she come to the cash point? അയാൾ ക്യാമറ ഓൺ ചെയ്ത് കാണിച്ചു. And he shown the camera. അമ്മച്ചി എടുത്ത് ബാഗിനകത്ത് ഇടുന്നത്. The Ammachi is putting the things in his bag, in her bag. ഏതായാലും ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു വിശ്വാസി ഉണ്ടായിരുന്നു. In that supermarket, there was a believer.
അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, അവർക്ക് തലയ്ക്ക് ഇച്ചിരി ശകലം ഇതുണ്ട്, അവർ ഇത് പിശാച് പിടിച്ച് മാനസാന്തരപ്പെട്ട് വന്നതാണ്, പിശാചിനെ ഓടിച്ചു, അതുകൊണ്ട് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തോ പറഞ്ഞ് അവർ വിട്ടു. The believer told she is a little bit mentally disturbed, so leave him. അപ്പോൾ ഇതുപോലെ Likewise, എന്നെ പോലെ ഉള്ള പാർട്ടികളൊക്കെ അല്ലേ കൊണ്ടുവരുന്നത്. ഇതിനകത്ത് വേറെ ആരെ കൊണ്ടുവരാൻ, ഇരിക്കുന്നതല്ല ഇതേ പാർട്ടികൾ തന്നെയാണ്. all these people are like this only. ഇവിടെ വന്നിട്ട് വെള്ളം ചുറ്റിക്കൊണ്ട് കാര്യമാകുന്നു. After wearing white dress, is it? ഇപ്പോൾ കുരങ്ങന്മാരെ നമ്മൾ യൂട്യൂബിൽ കാണുന്നില്ല, കുരങ്ങന്മാരെ പിന്നെ പാൻറ് പിടിച്ച് ഷർട്ട് പിടിച്ച് ടൈയും കെട്ടി നടത്തുന്നുണ്ട്. We can see in the YouTube videos they put pants and shirts to the monkeys. പണ്ട് ഒരു ദൈവത്തിൻ്റെ എൻ്റെ ഇത് തെമ്പ് അത് എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്ന ഒരു ആനയുടെ ഇത് ഞാൻ കണ്ടു. I have seen an elephant with a god. ഏറ്റവും വലിയ ഭഗവാനെ എഴുന്നള്ളിച്ചുകൊണ്ട് പോവുക. The big god is on the top of the elephant. ഇവന്മാർ എന്ത് ചെയ്യുന്നുണ്ട്, ചുറ്റും ആ പോകുന്ന വഴിയിൽ On the way, വാഴക്കൊലകളും തേങ്ങാക്കൊലകളും എല്ലാം അലങ്കാരത്തിൽ വെച്ചിട്ടുണ്ട്. they put these plantain leaves for decoration. ആന ഇത് കണ്ടപ്പോൾ മറ്റവങ്ങ് മറന്നുപോയി. When the ഭഗവാനെയാണ് elephant തൻ്റെ sees this തലയിൽ plantain, വെച്ചിരിക്കുന്നത് ആന മറന്നു. the elephant when he sees the plantain ആന leaves ഓടിച്ചിട്ട് forgot. ആ തേങ്ങായും പിന്നെ വാഴക്കൊലയെല്ലാം പിടിച്ച് ആകെ വെള്ളം കൊടുത്തോണ്ട് തെമ്പെല്ലാം കൂടെ അടിച്ച് ഭഗവാനും എല്ലാം താഴെ പോയി. He started eating the leaves and coconut. ഇതല്ലേ And നമ്മൾ പാർട്ടി. എൻ്റെ ഡിങ്ക ഈ പെന്തിക്കോസുകാർ താനും ഞാനും ഒക്കെ പാർട്ടി ഇതല്ലേ. മീശ പഠിച്ചുകൊണ്ടോ പിന്നെ വെള്ളം ഇട്ടുകൊണ്ടോ എല്ലാം പരുവം നടക്കുമോ? ഓരോന്നിൻ്റെ അകത്തത്തെ ഇളക്കുമ്പോഴാണ് ഈ വരുന്നത്. പക്ഷെ എന്തുകൊണ്ട് ദൈവം വിളിച്ചു? why God called us? അതാണ് ദൈവത്തിന്റെ ജ്ഞാനം. That is the wisdom of ഏറ്റവും God. ബെസ്റ്റായ സാധനങ്ങളെയാണ് The worst TPM-ലേക്ക് കൊണ്ടിരുന്നത്. God brought to the TPM. അതാണ് ഇവിടെ പ്രശ്നവും കൂടുതൽ. That's why the problems are more here. ഇതിനകത്തിട്ട് പണിത് വരുമ്പോൾ After we building this ഇത് thing here, ഏറ്റവും ശ്രേഷ്ഠമായ കരകൗശലമായി മാറും. it will become a അതാണ് great art. ദൈവത്തിന്റെ കരകൗശലം. This is the art of the അപ്പൊ God. നമ്മളതിന് ഇണങ്ങി കൊടുക്കണം. We have to surrender for that. നമ്മൾ ഈ ആനെ പോലെ ഇടയ്ക്കിടയ്ക്ക് പരുവം കിട്ടുമ്പോൾ അതൊക്കെ വലിക്കാനും ഇതൊക്കെ വലിക്കാനും പോകുന്നതിന്റെ കാരണം Like elephant, we should not go in their mind. ശുദ്ധീകരണം കഴിഞ്ഞിട്ടില്ല. There is no sanctification happen. ഇരിപ്പുണ്ടല്ലോ, എത്രയോ വിശുദ്ധരായിട്ട് നമ്മൾ ഇരിക്കുന്നില്ലേ. Many saints are here. എത്ര വിശുദ്ധ, എത്ര ഇതുപോലെ നമ്മളെ കണ്ടാൽ ആൾക്കാർ ഫോട്ടോ എടുത്തോണ്ട് പോകും. എവിടാ The people will take photo. അടയാറിലെ ഇരുമ്പല്ലൂരിലെ ഫോട്ടോ കൊണ്ടിട്ട് എന്തോ ഒരു കമന്റാ. A lot of comments. പക്ഷെ ഇതിനെയൊക്കെ സ്കാൻ ചെയ്താൽ When we scan all these people, ഇപ്പോഴും ഗുണപ്പെടാത്ത പലതും ഉണ്ട്. there are many people who have mistakes. ഞാൻ ഉൾപ്പെടെ Even എനിക്ക് കൊണ്ട് ശകലം കൂടെ ഒക്കെ ശരിയാണല്ലോ, അതുകൊണ്ടല്ലേ ഭൂമി വെച്ചിരിക്കുന്നത്. I also have something to be അതുകൊണ്ട് corrected. ഞാൻ ഈ തുറന്നു പറയുന്നത്. I am telling വെറുതെ openly. അഭ്യാസം കാണിച്ച് നാട്ടുകാരെ വഞ്ചിക്കണോ? Do not deceive the people. സത്യം പറയണോ, അവർ സത്യം പറഞ്ഞ് കേട്ട് വരും. Tell the truth. They will ആ come. ദൈവം നമ്മളെ വിളിച്ചതിന് ഒരു പ്ലാൻ ഉണ്ട്. The God called us. There is a നീ plan. ഇണങ്ങി കൊടുത്താൽ മതി. You just surrender. എന്നോട് ഇണങ്ങിയിരിക്കേ. You just be with me. രണ്ടാമത് എന്ത് ചെയ്യണം? After that, യോബ് 22-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ Job 22nd. നീ നിന്റെ പൊന്നും വെള്ളിയെല്ലാം എടുത്ത് പാറക്കടയിലിടുക. Put your gold and silver into അപ്പോൾ the ഞാൻ rock. നിനക്ക് പൊന്നും വെള്ളി അങ്ങനെ വാക്കിയില്ല വായിച്ച 24 വാക്യം 22-24 വായിച്ചേ. Then നിന്റെ പൊന്ന്, നീ ഉണ്ടാക്കിയെടുത്ത നിന്റെ റെപ്യൂട്ടേഷൻ, മഹിമ, Your reputation, ആ your glory. എന്ത് ചെയ്യണം? നിന്റെ പൊടിയിലും ഓഫീർ തങ്കം തോട്ടിലെ കല്ലിന്റെ ഇടയിൽ ഇട്ടുകളാ. You put it in the river. പൗലോസ് പറഞ്ഞു, ഞാനെല്ലാം ഉപേക്ഷിച്ച് ചവർന്നെണ്ണുന്നു. I count ഇത് everything as a കളയാതെ garbage. ഒരുത്തരും ഇതിനകത്ത് ശ്രേഷ്ഠരാകത്തില്ല. If you are not throwing it out, you cannot be great. അത് കളഞ്ഞു കഴിയുമ്പോൾ After you നീ put it away, ദൈവത്തിന് എന്താ വീണ്ടും വായിച്ചു താഴോട്ട് വായിച്ചു. അന്ന് നീ സർവശക്തനിൽ പ്രമോദിക്കും, ആ. ദൈവത്തിങ്കിലേക്ക് നിന്റെ മുഖം ഉയർത്തും, ആ നീ അവനോട് പ്രാർത്ഥിക്കും, അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും. ഇല്ലല്ലോ അതിന് മേളിൽ അപ്പോൾ സർവശക്തൻ നിന്റെ പൊന്നായി മാറും. മനസ്സിലായോ? ശലോമോന്റെ ആലയം പണിതപ്പോൾ when they built the temple of ദാവീദ് പോയി Solomon, കൊള്ളയടിച്ചുകൊണ്ട് വന്ന സ്വത്തുക്കളാണ്. it is because of the possession he stole. ഇതുപോലെ നമ്മൾ അവിടുന്ന് എടുത്ത് സ്വന്തം ജ്ഞാനം ഉപയോഗിച്ച് സ്വന്തം ശക്തി ഉപയോഗിച്ച് തട്ടിപ്പും വെട്ടുപയോഗിച്ച് നമ്മുടെ പൊസിഷൻ നിലനിർത്തും. We use our own intelligence and wisdom. We are maintaining our position. ഓരോരുത്തർക്കും ഓരോ അഭ്യാസം ഉണ്ടല്ലോ. Many people has their own talents. എങ്ങനെ നിൽക്കണം? How to stay പാസ്റ്റർ മുമ്പിൽ പോയി അയ്യാ before pastor. ആ നിപ്പ് കണ്ടാൽ By seeing that, ശരിക്കും വിവേചിക്കുന്നവൻ അറിയാൻ പോലും ഒറ്റ പൊട്ടിയിൽ കൊടുക്കണം അവന്റെ ആ താഴ്മ കണ്ടിട്ട്. we had to give him a bit. അതുപോലെ അയ്യാന്ന് പറഞ്ഞ കുഞ്ഞിരിക്കുന്നത് കണ്ടാല് Like they will say ayya. ഇവൻ ഇപ്പുറത്തൂടെ പാസ്റ്റർ കാല് വരുന്ന പാർട്ടിയാണ്. He will pull his leg on the other side. എന്നാ താഴ്മ, How much humbleness. ഇത് അറിയാവുന്നതിനെ അറിയത്തുള്ളൂ. ഏതാ Only the people will എല്ലാത്തും know this. പെട്ടുപോകും. Other people will be fallen for it. ഇങ്ങനെയുള്ള പെന്തിക്കോസുകാരാണ് നമ്മൾ പലരും. We are all അപ്പോൾ such kind നമ്മളെയാണ് of നമ്മളെ Pentecostals. സ്നേഹിച്ചിരിക്കുന്നത്. അതാ രസം. നമ്മളെയാണ് കർത്താവിന് ഇഷ്ടം. The God loves us. ഇപ്പൊ എൻ്റെ വീട്ടിൽ അച്ഛന്മാരുണ്ട്, കന്യാസ്ത്രീയുണ്ട്, മിടുക്കന്മാരെയൊക്കെ അങ്ങോട്ട് അയച്ചിട്ട് എന്നെ ഇവിടുന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. In my house there are fathers and ബെസ്റ്റ് sisters. ആയിട്ടുള്ളതിനെല്ലാം കൊണ്ടുവന്നിടുന്ന മാർഗമാണ് സുജയത്.
ഈ പെന്തിക്കോസ്. The Pentecostal, അത് ആദ്യം ഉണർന്നോണം. we have to understand ഞങ്ങൾ this. സ്റ്റേജിൽ കയറിയിട്ട് ഇത് മാലപ്പുറമൊക്കെ പൊട്ടിക്കുന്നവർ പൊട്ടിക്കരുത്. ഞങ്ങൾ രണ്ട് വലിയ ആളുകളാണ്. അപ്പോഴാണ് നീ പറഞ്ഞ പോലെ വാഴക്കുല കാണുമ്പോൾ അങ്ങോട്ട് ചാടുന്നതിൻ്റെ കാരണം. That's why അറിയാതെ വീഡിയോയിൽ വരും, ഇല്ലയോ? ഭഗവാനെ എഴുന്നള്ളിച്ചിരിക്കുന്നത് സംഗതി അവനവൻ്റെ സ്വഭാവം വന്നോട്ടെ, Let it അത് come. വെളിപ്പെടട്ടെ. Let it reveal. തമ്പുരാനോട് പറയണം ഇനി ശുദ്ധീകരിക്കാൻ ബാക്കിയുണ്ട്. Oh Lord, sanctify me. അങ്ങനെ ദൈവം നിന്നെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ When the God sanctify you, ദൈവമാണ് പിന്നെ നിന്റെ പൊന്നും വെള്ളി. ഒന്നുകൂടെ വായിച്ച വാക്യം ഇംഗ്ലീഷ് വായിച്ച്. യോബ് 22. Then shalt thou lay up gold as dust, and the gold of Ophir as the stones of the brooks. നോക്കണം, ആ ബ്രൂക്സ് അതിലെ ആ ഇടുക്കിലേക്ക് ഇടുക. പാറയുടെ ഇടുക്കിലേക്ക് നിന്റെ മഹത്വം എല്ലാം അർപ്പിക്കേ. put your glory in the brooks. ആരാണ് പാറയുടെ ഇടയ്ക്ക്? ക്രിസ്തുവിൽ കൊണ്ടുവന്നെല്ലാം എറിഞ്ഞുകളാ, Put everything in Christ. പൊടിയിലിട്ടുകളാ. Put it in the dust. പൗലോസ് ഞാനെല്ലാം പൊടിയായും കുപ്പയായും ഉണ്ടെന്ന്. Paul says, I'm counting നിന്റെ everything as പേരും a dust. പ്രശസ്തിയും മഹത്വം എല്ലാം പൊടിയും കുപ്പയെന്ന് സമ്മതിക്കുക. All my position, glory is just a dust. അപ്പോൾ വായിച്ചേ. then Yeah, the Almighty shall be thy defense, and thou shalt have plenty of silver. സിൽവർ. For then അപ്പോൾ ദൈവം നിനക്ക്, മലയാളം വായിച്ച്. അപ്പോൾ സർവശക്തൻ നിന്റെ പൊന്നും നിനക്ക് വെള്ളിവാളുമായിരിക്കും. ആയി. അപ്പോൾ സർവശക്തനാണ് ഇപ്പൊ നിന്നിൽ വസിക്കുന്നത്. Now Almighty is living in you. അതാണ് ഒറിജിനൽ പൊന്ന്, That is the original gold. അതാണ് ഒറിജിനൽ വെള്ളി. That is the original silver. ഇതുകൊണ്ട് വേണം സെരുബാബന്റെ ആലയം പണിയാൻ. With this we have to build the തേജസ്സിന്റെ temple of ആലയം. Zerubbabel. The വെള്ളി glorious വെള്ളി gospel. എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത്. The silver is mine, the gold is mine. ആ പണിയിലാണ് നിലനിൽക്കുന്നത് തേജസ്സുള്ള പണിയിൽ. In this construction will be staying forever. ശലോമോന്റെ പണിയിൽ In the temple of Solomon, ദാവീദ് പോയി കൊള്ളയിട്ടുണ്ടെന്ന് വെള്ളും പൊന്നിയാണ്. all the silver which is stolen by David, അതായിരുന്നു എന്റെ പ്രതാപം. that is his പക്ഷേ majesty. ഇപ്പോൾ But നീ തന്നെ ദൈവം ശുദ്ധീകരിച്ചിട്ട് now you yourself is നിന്നെ sanctified by വെള്ളിയായും God. പൊന്നുപോലെയാക്കി You തീർത്തു. become as a gold and silver. വായിച്ച ലേവി പുത്രന്മാരെ പൊന്നുപോലെയും മലാഖി 3 അവൻ ഊതിക്കഴിക്കുന്നവരെ പോലെയും ആ വെള്ളി ശുദ്ധീകരിച്ചവരെ പോലെ ഇരുന്നുകൊണ്ട് ലേവ്യപുത്രന്മാരെ ശുദ്ധീകരിച്ചു. ലേവി പുത്രന്മാരെ ശുദ്ധീകരിക്കും. ജോസഫിന്റെ സഹോദരന്മാരെ ശുദ്ധീകരിച്ചപ്പോൾ Like brothers of Joseph got sanctified, അവർ ജോസഫിന്റെ ഭരണത്തോടു കൂടി ചേർന്ന യോഗ്യന്മാരായി. they will join with the rule of Joseph. കർത്താവിനോട് നിത്യതയിൽ നമ്മൾ വാഴേണ്ടവരാണ്. If you want to live together with God ആ in eternity, ക്രിസ്തുവോട് വാഴേണ്ടവരായ നാം to rule with Him in ഈ eternity, ഭൂമിയിൽ വെച്ച് ദൈവം നമ്മെ ശുദ്ധീകരിച്ച് അതിന് പ്രാപ്തരാക്കി in മാറ്റും. the world itself, God will sanctify ഇതിനാണ് us. നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. That's why we have to surrender അവിടെ നമ്മൾ ourselves. എസ്കേപ്പ് ആകരുത്. We should not escape from that. ഇങ്ങനെ മെമ്പറായിട്ട് കാണിച്ച് തല കാണിച്ചിട്ട് Just show your membership. സഭയുടെ മെമ്പറായിട്ട് കാണിച്ചാൽ നീ ഇപ്പൊ അനുഭവം ഒന്നും പ്രാപിക്കത്തില്ല. You will not get this experience. ഇവിടുത്തെ അനുഭവങ്ങൾ കഷ്ടങ്ങൾ കൂടെ പോകണം, You have to go through this suffering. ഏൽപ്പിച്ചു കൊടുക്കണം. You have to give അങ്ങനെ yourself. ലേവി പുത്രന്മാരെന്നാ പറഞ്ഞിരിക്കുന്നത്. Like the sons of Levi. 12 ഗോത്രത്തിൽ എല്ലാവരും അല്ല, Not all the 12 tribes, എല്ലാ വിശ്വാസികളും അല്ല. but all believers. ആരതിനു വേണ്ടി നിവേദിക്കുന്നു, സമർപ്പിക്കുന്നു, Who is ready to surrender themselves. അവർക്ക് മാത്രമേ There only കർത്താവരെ ശുദ്ധീകരിക്കുകയുള്ളൂ. God will sanctify അതാണ് them. തേജസ്സിന്റെ ആലയത്തിലേക്ക് വരുന്നത്. That is what comes to അവിടെ glorious ആരെയും church. നിർബന്ധിക്കത്തില്ല. Nobody will be compelled to സക്കറിയ that. 10-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ Zechariah 10:3, പിന്മാരിയൻ കാലത്തിൽ ലാറ്റർ ഹൗസിന് വേണ്ടി in the latter rain, ലാറ്റർ റെയിൻ അനുവദിക്കും. God will allow the അത് latter ആർക്ക് rain. വേണ്ടിയാ? വയലിലെ അത് സസ്യത്തിൽ. വായിച്ച ഇംഗ്ലീഷില്. Ask ye of the Lord rain in the അപ്പൊ time. അത് ചോദിക്കണം, ദൈവമേ എനിക്ക് ഈ പിന്മഴ വേണം. I need the latter rain. ഇതെന്തിനാ? For what? നമ്മുടെ ക്യാരക്ടർ ഫോർമേഷൻ, For the formation of our നമ്മുടെ character. ശുശ്രൂഷയുടെ മഹത്വത്തിനല്ല, It is not for our ministry. കൃപാവരങ്ങൾ ജ്വലിപ്പാനല്ല. It is not for our pride. വായിക്കണ്ട 2 പത്രോസ് 1:4 വായിക്കുമ്പോൾ 2 Peter 1:4, ഡിവൈൻ ആൻഡ് ഹിസ് നേച്ചർ, divine nature. പാർട്ടേക്കേഴ്സ് ഓഫ് ഹിസ് ഡിവൈൻ നേച്ചർ. Partakers of his അല്ല അത് divine വായിക്കണ്ട, അത് nature. വായിക്കണ്ട. ഇപ്പോഴത്തെ ആദ്യം വായിച്ചത് വായിന്. പാർട്ടേക്കേഴ്സ് ഓഫ് ഹിസ് ഡിവൈൻ നേച്ചർ. Partakers of his divine nature. അങ്ങനെ ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തോടാണ് ഇനി രൂപാന്തരപ്പെടേണ്ടത്. We should be transformed as a ഇനി partakers of the നമ്മുടെ divine കഴിവും nature of God. പ്രാപ്തിയും പ്രസംഗവും ഒന്നും അല്ല വിഷയം. It's not about our ability and നമ്മുടെ effort. ക്യാരക്ടർ ഫോം ചെയ്യണം. Our character should be ക്രിസ്തുവിനോട് reformed. സദൃശരായി മാറണം. You have to transform to the ഇപ്പോൾ Christ. വായിച്ച വാക്യം വീണ്ടും വായിച്ച്. ഇപ്പോൾ ഏതാ വായിച്ചേ? സക്കറിയ 10:1 വായിച്ചേ. സക്കറിയ 10:1. പിന്മാരിയൻ കാലത്തിൽ ദ ടൈം ഓഫ് ദി ലാറ്റർ. സക്കറിയ 10:1. And ye the Lord rain in the time of latter rain. ടൈം ഓഫ് ലാറ്റർ റെയിൻ. പിന്മാരിയൻ കാലത്തിൽ യഹോവയുടെ മഴയ്ക്ക് അപേക്ഷിക്കണം. So the Lord shall make bright clouds. നോക്കണം, ഇവിടെ മഴയല്ല ഉണ്ടാകുന്നത്. There's no rain here. ദൈവത്തോട് മഴയ്ക്ക് അപേക്ഷിക്കുമ്പോൾ When we ask God for rain, മഴയും കൂടെ നേരിട്ട് കൊടുക്കുകയല്ല. God is not giving the rain. ലോർഡ് ഷാൽ മേക്ക് ബ്രൈറ്റ് ക്ലൗഡ്. Bright cloud. അത് ചെയ്യും. For what? വിശുദ്ധന്മാരെ ഉരുവാക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. It will create saints. അപ്പൊ പിന്മാരിയിൽ ഒരു വലിയ ഡിഫൈനിങ് അല്ലെങ്കിൽ ശുദ്ധീകരണമാണ് നടക്കുന്നത്. In the latter rain, there is a big മലയാളത്തിൽ വായിച്ചേ. sanctification. പിന്മാരിയൻ കാലത്തിൽ യഹോവയുടെ മഴയ്ക്ക് അപേക്ഷിപ്പിൻ. പിന്മഴയുടെ ആ
മിന്നൽ പിണർ തകർത്ത് കളയും. ഏതാ? With the lightning, നമ്മുടെ ജീവിതത്തെ തകർക്കും. it will break our life. കെട്ടിവെച്ചത് മൂടി വെച്ചതെല്ലാം ദൈവം തകർത്ത് കളയും. All things will be revealed. വചനം എന്ന മാരി ഇങ്ങോട്ട് അയക്കും. With അപ്പൊ ഇത്രയും കാലം നാം നേടിയെടുത്ത് നമ്മളെ പ്രശംസ ചെയ്തെല്ലാം തകർന്നുകൊണ്ടിരിക്കും. all our pride will be broken. ആ മിന്നലിന് ശേഷമാണ് തുലാമഴ പെയ്യുന്ന പോലെ നമ്മുടെ മേൽ പെയ്തുകൊണ്ടേയിരിക്കും. After the lightning, there will be a rain. രണ്ട് മഴയുണ്ടല്ലോ, There are two rains. ഇടവപ്പാതിയും തുലാമഴയും. The two rains. അപ്പൊ ഈ പിന്മാരി This rain ഇത് ആത്മാക്കളെ നേടാനല്ല, is not to save the നമ്മുടെ soul, വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. just for a Lord sanctification shall of make ourselves. Lord shall വായിച്ചേ So the Lord shall make bright clouds ബ്രൈറ്റ് ക്ലൗഡ്സ്. and give അവിടെ them എന്തില്ല? ആ ബ്രൈറ്റ് ക്ലൗഡ്സിനകത്ത് വെള്ളമില്ല. There is no water in the പക്ഷെ clouds. വിശുദ്ധി അവർ കാരണം ശുശ്രൂഷയ്ക്കുള്ളതല്ല, പ്രവർത്തിക്കാനല്ല, അവർ വിശുദ്ധരായി തീരുകയാണ്. Is to become saint. ഇതാണ് ലാറ്റർ ഹൗസ്, This ലാറ്റർ is റെയിൻ. the latter rain. അതിന് രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാനതിലാക്കും. The people's wants for അപ്പോൾ salvation നമ്മൾ are ഈ in ദിവസങ്ങളിൽ making. In these days, ലേവിപുത്രന്മാരെ പോലെ ശുദ്ധീകരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. like the sons of അല്ലാതെ Levi, we have ഒരൊറ്റ to surrender for വിശ്വാസികളും sanctification. വേലക്കാരും ആ സ്റ്റേജിൽ വരത്തില്ല. No believers will come to this place. ഏറ്റവും വലിയ ഭാഷ എന്ന് പറഞ്ഞാലും നടക്കില്ല. Even though you are a pastor, കർത്താവേ എന്നെ ശുദ്ധീകരിക്കണമേ, oh Lord, sanctify നീ me, എന്നെ റിഫൈൻ ചെയ്യണമേ, or refine me, O Lord, എന്നെ വെടിപ്പാക്കണമേ or make me എന്ന് cleansed. നിലവിളിച്ച് കരയുമ്പോൾ If you shout and cry, ഇതുപോലെ ഈ അകത്ത് കിടക്കുന്ന കഫം ചുമച്ച് കളയുന്ന പോലെ like this phlegm coming out പ്രതികൂല സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി through the trials, ഈ ജോസഫിന്റെ സഹോദരന്മാരുടെ ഹൃദയത്തെ തകർത്ത പോലെ like the brothers of Joseph, നമ്മുടെ പേരും അഡ്രസ്സും എല്ലാം ഇല്ലാതാകുന്ന സ്റ്റേജിലേക്ക് വരും. all our position will go അവിടുന്നാണ് സെരുബാബന്റെ ആലയം പണിയുന്നത്, from there. That തേജസ്സിന്റെ ആലയം പണിയുന്നത്. glorious church is അതുകൊണ്ട് started. ലേവിയ പുത്രന്മാരെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. Like sons of Levi, you should surrender. ലേവി പുത്രന്മാരെ പൊൻവെള്ളി സമമാ ഊതി കഴിക്കുന്നവൻ നീ. ലേവി പുത്രന്മാരെ പൊൻവെള്ളി ഊതി കഴിക്കുന്നവൻ നീ. ശോധനയാലെന്നെയും ശുദ്ധീകരിച്ചിടുന്നല്ലോ. ശോധനയാം തീയാലെന്നെയും ശുദ്ധീകരിച്ചിടുന്നല്ലോ. ലേവി പുത്രന്മാരെ. പൊൻവെള്ളി ഈ പാട്ട് ഒരേ വർഷത്തിൽ ഇറങ്ങിയ പാട്ടാ, ഇതും തമിഴും. This song came in the same time. അന്ന് ഞാനോടുണ്ടായി. I was there in my പാസ്റ്റർ കെ സി എപ്പനും സിസ്റ്റർ ഗ്ലോറിയും പാസ്റ്റർ ബോബിയും പാസ്റ്റർ ബാബു ജോർജും ഞാനും ആ സമയത്ത് ഈ പാട്ടിന്റെ സമയത്തോടുണ്ടായി. While composing song, I was there with the Pastor Bobby, അപ്പൊ Pastor ഇങ്ങനെ ഒരു Babu George. ശുദ്ധീകരണത്തിന്റെ സമയമാണ്. ഈ 84-ലേക്കുള്ള ശുദ്ധീകരണം വരുന്നതിന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇറക്കിയ ഒരു പാട്ടാണ്. This is a time of sanctification. അതുകൊണ്ടാണ് ആ വർഷം തന്നെ ഉണ്ടായിരുന്ന പാട്ടിൽ In that time, പൊങ്കുതെന്നുള്ളെന്ന് പറഞ്ഞ ആ ഒരു തമിഴ് പാട്ടില് Pungudan Ulan Marande Tamil ഇതേ song, ആടികളുണ്ട്. the same thing is there. ലേവിയെ ഉളയിൽ പൊൻവെള്ളി നികരാ ലേവിയൻ സുതരേ. ആ പാടുന്ന പാടിക്ക്. ശുദ്ധി ചെയ്തും അങ്ങനെ ഇല്ലയോ? മേവിയെന്നുൾ വായിച്ച പൊങ്കുതന്നുള്ളം നിറൈന്തേ എന്നേശുവേ പങ്കാമില്ലാവും അൻപിനാ. പൊങ്കുതന്നുള്ളം നിറൈന്തേ എന്നേശുവേ പങ്കാമില്ലാവും അൻപിനാ. മേവിയുളയിൽ പൊൻവെള്ളി നികരാ ലേവിയൻ സുതരേ ശുദ്ധി ചെയ്തുവരേ. മേവിയുളയിൽ പൊൻവെള്ളി നികരാ ലേവിയൻ സുതരേ ശുദ്ധി ചെയ്തും. ലേവിയെ എന്നെയോ ശുദ്ധി ചെയ്തുമ്മയിപ്പോ സേവിക്കാവിയെ മാറ്റിടുവീ. എന്നെയോ ശുദ്ധി ചെയ്തുമ്മയിപ്പോ സേവിക്കാവിയെ മാറ്റിടും. പൊങ്കുതന്നുള്ളം. ഹല്ലേലൂയ.